സർവലോക സൃഷ്ടാവായ ദൈവം തമ്പുരാൻ്റെ കരുണ കടാക്ഷങ്ങൾ രക്ഷ നമ്മളിൽ ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയലോഗ് സെൻറ്റർ നിങ്ങൾക്ക് ഏറെ സുപരിചിതമാണ്. അതിൻ്റെ കീഴിൽ നടത്തുന്ന മതവും മനുഷ്യനും എന്ന വിഷയത്തിലുള്ള ഒരു സൗഹൃദ ചർച്ചാ വേദിയിലാണ് നാം ഇപ്പോഴുള്ളത്. ഇതിനു മുമ്പും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയലോഗ് സെൻറ്റർ ഇതുപോലുള്ള ദൈവം, മതം, മനുഷ്യൻ എന്ന വിഷയത്തിൽ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിലും അതുപോലെ കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിലുമൊക്കെ ചർച്ചാ ക്ലാസുകൾ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ, ആശയഗതിക്കാർ ഒരുമിച്ച് കൂടിയിരുന്ന് അവരവരുടെ ആശയങ്ങൾ കലവറയില്ലാതെ പങ്കുവെക്കുകയും പരസ്പരം അറിയുകയും അടുക്കുകയും അങ്ങനെ പരസ്പരം അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. ദുരൂഹതകൾ ഉണ്ടാവുമ്പോഴാണ് സംശയങ്ങളും തെറ്റിദ്ധാരണകളും അകൽച്ചകളും ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാവരെ പറ്റിയും പരസ്പരം അറിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കൽ സമൂഹത്തിലെ ഉത്ഗ്രഥനത്തിന് ആവശ്യമാണെന്ന് ഡയലോഗ് സെൻറ്റർ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരെയും ഊഷ്മളമായി ഡയലോഗ് സെൻറ്ററിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. GK എടത്തനാട്ടുകര ഈ ഡയലോഗ് സെൻറ്ററിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഇതുപോലുള്ള നൂറുകണക്കിന് ചർച്ചാവേദികളിൽ നായകത്വം വഹിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹമാണ് ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ആ വിഷയാവതരണത്തിന് ശേഷം ഈ ചർച്ച ആരംഭിച്ചുകൊണ്ട് സദസ്സിലുള്ള 2-3 വ്യക്തിത്വങ്ങൾ ഒരു 5 മിനിറ്റ് വീതം നിങ്ങളോട് സംസാരിക്കും. അതിൽ ഒന്ന് പള്ളിക്കൽ ബസാർ സ്വദേശിയായ M. ബാലകൃഷ്ണക്കുറുപ്പ്, റിട്ടയർഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, വയനാട്. അദ്ദേഹം ചർച്ച തുടങ്ങി വെച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം KP സുകുമാരൻ നായർ, BJPയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ കൊണ്ടോട്ടി മണ്ഡലം വൈസ് പ്രസിഡൻ്റായ KP സുകുമാരൻ നായർ എന്ന ഉണ്ണിയേട്ടൻ, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. പിന്നെ സിസ്റ്റർ അമ്മിണി തോമസ്, പുളിക്കൽ BM ഹോസ്പിറ്റലിലെ സിസ്റ്ററായ, അവർ നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം സദസ്സിലുള്ള എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനുമുള്ള സമയമുണ്ടാവും. മതവും മനുഷ്യനും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് ബഹുമാനനായ GK ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. കാരുണ്യവാനും കരുണാവാരിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ സർവസ്തുതികളും സർവേശ്വരൻ അർപ്പിച്ചുകൊണ്ട് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, എവിടെയോ വായിച്ച ഒരു കുട്ടിക്കഥ ആമുഖമായി ഉദ്ധരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അസാധാരണമായ കഴിവുകളുള്ള 3 ആളുകൾ ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ശിഷ്യൻ 3 പേരെയും ഗുരുവിൻ്റെ അടുത്തേക്ക് ആനയിച്ചു. ഒന്നാമത്തെ മനുഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് ആകാശത്തിലൂടെ വളരെ വേഗത്തിൽ പറന്നു പോകുവാൻ കഴിയും.
ഇത് പറഞ്ഞപ്പോൾ ശിഷ്യൻ അത്ഭുതപ്പെട്ടുപോയി. ഗുരുവിന് പക്ഷേ ഭാവമാറ്റങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ മനുഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് വെള്ളത്തിലൂടെ ഓളിയിട്ട് മണിക്കൂറുകളോളം സഞ്ചരിക്കാൻ കഴിയും. ഇത് കേട്ടപ്പോഴും ഗുരുവിന് ഭാവമാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ ശിഷ്യൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. മൂന്നാമത്തെ മനുഷ്യൻ തൻ്റെ അത്ഭുതകരമായ കഴിവ് പറയുകയല്ല, അതവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയുള്ള ഒരു മരത്തിലേക്ക് ഓടിക്കയറുകയും അങ്ങനെ ചില്ലകൾ തോറും ചാടിക്കൊണ്ട് തൻ്റെ കഴിവുകൾ അവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് കണ്ടപ്പോഴും ശിഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ ഗുരുവിന് ഒരു ഭാവമാറ്റവുമില്ല. ഇവരെ 3 പേരെയും യാത്രയാക്കിയതിന് ശേഷം അത്ഭുതം കൂടി നിൽക്കുന്ന ശിഷ്യനോട് ഗുരു പറഞ്ഞു, ആകാശത്തിലൂടെ പറന്നു പോകുവാൻ പറവകൾക്ക് കഴിയും, പക്ഷികൾക്ക് കഴിയും. വെള്ളത്തിലൂടെ ഓളിയിട്ട് പോകുവാൻ മത്സ്യങ്ങൾക്ക് കഴിയും. ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് ചാടുവാൻ കുരങ്ങുകൾക്ക് കഴിയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരം. ഇതിൽ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. മനുഷ്യനിന്ന് അവൻ്റെ ബുദ്ധിപരമായ കഴിവിലൂടെ പലതും കണ്ടെത്തി ഭൗമോപരിതലത്തിൽ നിന്ന് പറന്നുയർന്ന് ചന്ദ്രോപരിതലത്തിലെത്തി അവിടെ നിന്ന് അങ്ങോട്ട് ഗോളാന്തര യാത്രകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോഴും ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നില്ല. ജീവിതത്തിൻ്റെ ഓരോ മുക്കുമൂലകളെടുത്ത് പരിശോധിക്കുമ്പോഴും അധർമ്മം കൊടികുത്തി വാഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം അറിവില്ലായ്മയാണ് എന്നൊക്കെ ഒരു കാലത്ത് ചിലരൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് വിക്ടർ ഹ്യൂഗോ എന്ന ഫ്രഞ്ച് ചിന്തകൻ ഒരിക്കൽ പറഞ്ഞത്, ഒരു വിദ്യാലയം തുറന്നാൽ 2 കാരാഗൃഹങ്ങൾ അടച്ചിടാമെന്നാണ്. അതിനർത്ഥം അറിവ് നൽകിക്കൊണ്ട് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാമെന്നും അങ്ങനെ കുറ്റവാസനകളിൽ നിന്ന് മനുഷ്യനെ മുക്തമാക്കി ജയിലറകൾ അടച്ചുപൂട്ടാം. പക്ഷെ നമുക്കിന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമുക്ക് പത്രങ്ങളിൽ നിന്നും മറ്റും വായിച്ച അറിവനുസരിച്ച് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ചും ജയിലറകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് പലപ്പോഴും സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു മുമ്പ് പത്രത്തിൽ നമ്മൾ വായിച്ചു, കൂടെ പഠിക്കുന്ന സഹപാഠിയോട് പ്രേമാഭ്യർത്ഥന നടത്തി നിരസിച്ചപ്പോൾ അടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ ആ കുട്ടി ബോധം കെട്ടു വീഴുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രത്തിൽ വായിച്ചു, ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ 2 മണിക്കൂറോളം നഗ്നനാക്കി നിർത്തി. അതിനുശേഷം ആ അധ്യാപകൻ അതിൻ്റെ ശിക്ഷ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ചില സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥിനിയെ കയറി പിടിക്കുന്ന അധ്യാപകരെ ശിക്ഷിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ച് പോലും ജയിലറകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം അറിവ് നൽകിക്കൊണ്ട് മാത്രം മനുഷ്യനെ മനുഷ്യനാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കാം ആറ്റം ബോംബ് വിസ്ഫോടനത്തിൻ്റെ ദുരന്തം വിശകലനം ചെയ്തുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞത്, വിശ്വാസമില്ലാത്ത വിജ്ഞാനം വികലാംഗനാണ്. അവിടെ നിർത്തിയില്ല, വീണ്ടും അദ്ദേഹം പറഞ്ഞു, വിജ്ഞാനമില്ലാത്ത വിശ്വാസം അന്ധനുമാണ്. അപ്പം ആദ്യം പറഞ്ഞത് വിശ്വാസമില്ലാത്ത വിജ്ഞാനം വികലാംഗനാണ്. അതിനോട് ചേർത്തും വീണ്ടും പറഞ്ഞത് വിജ്ഞാനമില്ലാത്ത വിശ്വാസം അന്ധനുമാണ്. ഇത് രണ്ടും നമ്മൾ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. രോഗിയുടെ വൃക്ക മോഷ്ടിച്ചെടുക്കുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ അറിവില്ലാത്തത് കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. തനിക്ക് കിട്ടിയ അറിവ് ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധമായി രോഗിയുടെ കിഡ്നി തട്ടിയെടുക്കുകയാണ്. വിദ്യാർത്ഥികളെ കയറി പിടിക്കുന്ന അധ്യാപകൻ ഇത് ചെയ്യുന്നത് അറിവില്ലാത്തത് കൊണ്ടല്ല. കുറച്ചു മുമ്പ് പത്രത്തിൽ വായിച്ചു, ഒരു പത്രത്തിൽ എഡിറ്റോറിയലായിട്ട് തന്നെ ആ വിഷയം വന്നിരുന്നു. ഗുജറാത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ
അദ്ദേഹത്തിൻ്റെ 80 വയസ്സ് പ്രായമുള്ള മാതാവിനെ ചുട്ടുകൊല്ലുകയാണ്. കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് സമയത്തിന് രുചികരമായ ഭക്ഷണം കിട്ടുന്നില്ല എന്നതാണ്. അപ്പം സമയത്തിന് രുചികരമായ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ 80 വയസ്സ് പ്രായമുള്ള മാതാവിനെ ചുട്ടുകൊല്ലുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത പ്രശ്നമല്ല. അറിവിനപ്പുറത്തുള്ള ഒരു തിരിച്ചറിവിൻ്റെ അഭാവം മനുഷ്യ സമൂഹത്തിൽ എവിടെയും പ്രകടമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് വിശ്വാസമില്ലാത്ത വിജ്ഞാനം വികലാംഗനാണ്. അപ്പോൾ വിജ്ഞാനം യഥാർത്ഥത്തിൽ തന്നെ പൂർണ്ണമാകണമെങ്കിൽ അതിൽ ഒരു വിശ്വാസത്തിൻ്റെ ചേരുവ അനിവാര്യമാണ്. എന്നാൽ കേവല വിശ്വാസം കൊണ്ടും മനുഷ്യ സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ സാധ്യമല്ല എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പ്രവാചകനിലൂടെ മനുഷ്യ സമൂഹത്തെ അറിയിച്ച ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന് ദൈവം നൽകിയ അറിവുകളുടെ സമാഹാരമാകുന്ന ആ വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിൻ്റെ അവതരണം ആരംഭിച്ചത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രവാചകനോട് പറഞ്ഞത് അലയോ മുഹമ്മദ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്നാണ്. ആദ്യമായി പ്രവാചകനോട് ദൈവം കൽപ്പിച്ചത് നമസ്കരിക്കാനല്ല, ആദ്യമായി കൽപ്പിച്ചത് നോമ്പെടുക്കുവാനോ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനോ അല്ല. പ്രവാചകനോട് ആദ്യമായിട്ട് കൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുവാൻ വേണ്ടിയാണ്. അപ്പം എന്തിനാണ് വായിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വായന എന്നത് അറിവിൻ്റെ ഖജനാവ് തുറക്കുന്നതിനുള്ള ഒരു താക്കോൽ കൂട്ടമാണ്. വായനയിലൂടെ മനുഷ്യൻ അറിവ് നേടാം. പക്ഷെ കേവലം അറിവ് നേടിയത് കൊണ്ട് മാത്രം മനുഷ്യനാവുന്നില്ല. അതുകൊണ്ട് അവിടെ വായനയ്ക്ക് തന്നെ മാനദണ്ഡം നിർണ്ണയിക്കുന്നു. വായന നടക്കേണ്ടത് ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കണം. അപ്പോൾ ദൈവനാമത്തിലായിരിക്കണം വിജ്ഞാനാന്വേഷണം നടത്തേണ്ടത് എന്ന ഒരാഹ്വാനം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ അർത്ഥത്തിൽ വേദങ്ങളിൽ നിന്നും മറ്റും ചില ഉദ്ധരണികൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മതമൗലികവാദി എന്ന നിലയ്ക്ക് തെറ്റിദ്ധരിക്കുമോ എന്ന ആശങ്കയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു മതവിശ്വാസി അല്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും സംശയമുണ്ടാകും. ദൈവത്തോടുള്ള പ്രാർത്ഥനയോടുകൂടി വിഷയം അവതരിപ്പിച്ചു തുടങ്ങുകയും അതിനുശേഷം വേദഗ്രന്ഥത്തിൽ നിന്ന് കാര്യങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു മതവിശ്വാസി അല്ലാതിരിക്കുക? ഞാൻ പറയുന്നത് ഞാനൊരു മതവിശ്വാസിയല്ല, അതേ സമയത്ത് ഞാനൊരു ദൈവവിശ്വാസിയാണ്. മതവിശ്വാസം എന്ന് പറയുന്നതും ദൈവവിശ്വാസം എന്ന് പറയുന്നതും ഒന്നല്ല. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ച് മതവിശ്വാസി ആവണമെന്നില്ല. ഒരു മതവിശ്വാസിക്ക് ദൈവവിശ്വാസമില്ലാതെയും മതവിശ്വാസിയാവാം. എന്ന് മാത്രമല്ല, ആ മതങ്ങൾ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതും നേരത്തെ പറഞ്ഞ വിജ്ഞാനമില്ലാത്ത വിശ്വാസം അന്ധനുമാണ് എന്നതിൻ്റെ വിശകലനത്തിൽ നമുക്കത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. കാരണം ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഒരു ഭാഗത്ത് വിജ്ഞാന മേഖലയിൽ മനുഷ്യൻ ഒരുപാട് പുരോഗതി നേടിയിട്ടുണ്ടെങ്കിലും അതേപോലെ വിശ്വാസ മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ മതത്തിലേക്കുള്ള മടക്കം വളരെ ശക്തമാണ് ഇന്ന്. അല്ലെ, പള്ളികളും ചർച്ചുകളും ക്ഷേത്രങ്ങളുമൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്നു. ഈ പള്ളികളിലേക്കും ചർച്ചുകളിലേക്കും ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ ആളുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത് എന്താണ്? സാധാരണഗതിയിൽ ഇത്തരം ഒത്തുചേരലുകളിലൊക്കെ ആളുകൾ പൊതുവെ പറയാറുള്ള അഭിപ്രായമാണ്, മതങ്ങളെല്ലാം മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യവും ധർമ്മവും നീതിയും മൂല്യങ്ങളും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ മതത്തിലേക്കുള്ള മടക്കത്തിലൂടെ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത് ധാർമ്മിക വിപ്ലവമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഈ മതത്തിലേക്കുള്ള മടക്കം സൃഷ്ടിക്കുന്ന പ്രശ്നം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ശക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ജാതീയ തലത്തിൽ, സാമുദായിക തലത്തിൽ, മതത്തിന്റെ തലത്തിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് കോഴിക്കോട് ഡയലോഗ് സെന്റർ സംഘടിപ്പിച്ച ഒരു ടേബിൾ ടോക്കിൽ അതിൽ പങ്കെടുത്ത ഒരു സാഹിത്യകാരൻ പറഞ്ഞത്, നമ്മളുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു എന്നാണ്. ആരാധനാലയങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ്? നമുക്കറിയാം, ആരാധനാലയങ്ങളെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് മനുഷ്യന്റെ ആത്മീയ സംസ്കരണത്തിലുള്ള പവിത്ര കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്കാണ് പൊതുവെ ആരാധനാലയങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ആരാധനാലയങ്ങൾ ഒരു വിഭാഗത്തിൻ്റെത് മറ്റൊരു വിഭാഗത്തിന് ഭയം സൃഷ്ടിക്കുന്നു എന്ന ഒരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത്? മാത്രമല്ല, ആ മതത്തിലേക്കുള്ള മടക്കത്തിലൂടെ സംഭവിക്കുന്ന മറ്റ് ഒരു മനുഷ്യനഭിമുഖീകരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത്, ഇപ്പൊ കുറച്ചു മുമ്പ് സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ മാറാട് ഒരു കുട്ടപ്പിരി നടന്നു, അതിൽ എത്ര പേര് മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് കണക്ക് പറയുമ്പോൾ കണക്ക് അവതരിപ്പിക്കുക 8 ഹിന്ദുക്കളും ഒരു മുസ്ലിമുമാണ് മരിച്ചത് എന്നാണ്.
അതേസമയത്ത് 9 മനുഷ്യരാണ് അവിടെ മരിച്ചത് എന്നല്ല നമ്മൾ പറയുക. കാരണം എല്ലാത്തിനെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ, സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രദേശത്ത് 2 കള്ളുകുടിയന്മാർ തമ്മിൽ അടികൂടി കഴിഞ്ഞാൽ അവർ 2 സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഒരുപക്ഷെ 2 സമുദായങ്ങളും അത് ഏറ്റെടുക്കുകയും അങ്ങനെ അവർ പരസ്പരം തലവെട്ടിക്കളി നടത്തുകയും ചെയ്യുമാറ് മനുഷ്യന്റെ മനസ്സുകൾ സാമുദായികമായി ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പള്ളികളും ചർച്ചുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഉയരുന്നതോടൊപ്പം മനുഷ്യ മനസ്സുകളിൽ ഒരുപാട് സാമുദായിക വർഗീയ മതിലുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട്, ഇത്തരം അവസ്ഥകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് ശരിയായ അർത്ഥത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ മതത്തിലേക്കുള്ള മടക്കത്തിന്റെ മനുഷ്യന്റെ പ്രചോദനം നമ്മളെടുത്ത് പരിശോധിച്ചാൽ, എന്താ അതിന്റെ പിന്നിലുള്ള പ്രചോദനം എന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ പറ്റും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഇപ്പൊ പള്ളികളിലും ചർച്ചുകളിലും ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ നേർച്ചകളും വഴിപാടുകളും പൂജകളും ഒക്കെ ആയിട്ട് ആളുകൾ പോകുന്നതിന്റെ പ്രചോദനം എന്ത് എന്നതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ കാര്യസാധ്യം എന്നുള്ളതാണ്. കാര്യസാധ്യം എന്നുള്ളതാണ്. ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, SSLC പരീക്ഷ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി സ്പെഷ്യലായി ദൈവാരാധന നടത്താൻ പോകുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ പ്രചോദനം എന്താണ്? നേർച്ചയും വഴിപാടുമായിട്ട് ദൈവാരാധന നടത്താൻ പോകുന്നതിന്റെ പിന്നിലെ പ്രചോദനം എങ്ങനെയെങ്കിലും SSLC പരീക്ഷയിൽ പാസ്സാവണം, ഇതിന് ദൈവം സഹായിക്കണം. PSC ടെസ്റ്റ് എഴുതിയ ഒരു ഉദ്യോഗാർത്ഥി സ്പെഷ്യലായി ദൈവാരാധന നടത്താൻ പോകുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ പ്രചോദനം എന്താണ്? എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ പേര് വരണം. വേറെ ചില ആളുകൾ രോഗം മാറാൻ വേണ്ടിയാണ്, വേറെ ചില ആളുകൾ ലോട്ടറി അടിക്കാൻ വേണ്ടിയാണ്, വേറെ ചില ആളുകൾ അയൽവാസികൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യസാധ്യം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മിക്കവാറും ആളുകൾ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് ദൈവത്തെ സമീപിക്കുന്നത് എന്ന് വരുമ്പോൾ അതൊന്നുകൂടി വിശകലനം ചെയ്താൽ സാധാരണ പറയാറുണ്ട്, ഒരു ഭണ്ഡാരപ്പെട്ടിയിൽ അല്ലെങ്കിൽ ഒരു നേർച്ചപ്പെട്ടിയിൽ 100-ന്റെ ഒരു നോട്ടുകെട്ട് കണ്ടാൽ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ വഴിക്ക് ഒരു കള്ളക്കടത്ത് വണ്ടി പോയിട്ടുണ്ട്. കള്ളക്കടത്തുകാരും യഥാർത്ഥത്തിൽ ഈ പണികളെല്ലാം ചെയ്യുന്നു. എന്തിനാണ് കള്ളക്കടത്തുകാരൻ നേർച്ച വഴിപാടുകൾ ചെയ്യുന്നത്? അവന്റെ സാധനം സുരക്ഷിതമായി പിടിക്കപ്പെടാതെ അവന്റെ സങ്കേതത്തിലെത്തണം. ഇതിന് ദൈവം അവനെ സഹായിക്കണം. ഈ അവസ്ഥകളൊക്കെ നിലനിൽക്കെ നമ്മൾ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് നമ്മളുടെ മനസാക്ഷിയോട്, ധർമ്മബോധത്തോട്, നീതിബോധത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ കള്ളക്കടത്തുകാരന്റെ വരെ നേർച്ച വഴിപാടുകൾ സ്വീകരിച്ച് അവരെ സഹായിക്കുന്ന ദൈവങ്ങളുണ്ടെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതും ജയിലിൽ അടയ്ക്കേണ്ടതും ആരെയാണ്? നീതിബോധമുള്ള, ധർമ്മബോധമുള്ള ഏതൊരുത്തനും പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആദ്യം വിചാരണ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടത് അത്തരം ദൈവങ്ങളെ തന്നെയാണ്. പക്ഷെ അത്തരം ദൈവങ്ങൾ ഉണ്ടാവുമോ? ഉണ്ടെന്ന് ജനം വിശ്വസിക്കുന്നു. അതേസമയത്ത് ഈ സമൂഹങ്ങളുടെയൊക്കെ കയ്യിലുള്ള, ഓരോ സമുദായത്തിന്റെയും കയ്യിലുള്ള ദൈവീകമെന്ന് വിശ്വസിച്ചു പോരുന്ന വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ വേദഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയിട്ട് ആരാണ് ദൈവം എന്നൊന്ന് നമ്മൾ പഠിക്കേണ്ടതില്ലേ? ഓരോ വേദഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രാചീന വേദഗ്രന്ഥമായി പഠിപ്പിക്കപ്പെടുന്ന ഋഗ്വേദത്തിൽ 10-ാം മണ്ഡലം 121-ാം സൂക്തത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു മന്ത്രമുണ്ട്. ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതാപതിരേക ആസീത് സദാധാരഭൃത്യം ദ്യാമുദയമാം കസ്മൈ ദേവായ വിഷ്ണാവിദേമ. സൃഷ്ടിക്ക് മുമ്പ് ഹിരണ്യഗർഭനായ ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൃഥ്വി മുതൽ പ്രകാശലോകം വരെയുള്ള എല്ലാം അവൻ സൃഷ്ടിച്ചു. സുഖസ്വരൂപനായ അവനെ ഞങ്ങൾ ഉപാസിക്കുന്നു, അവനെ മാത്രമേ ഞങ്ങൾ ഉപാസിക്കുന്നുള്ളൂ. ഇവിടെ പറയുന്ന ദൈവം ഈ ഭൂമിയും ഉപരിലോകങ്ങളൊക്കെ സൃഷ്ടിച്ച ആ മഹാശക്തിയാണ്. അതുകൊണ്ട് ഒരു സമുദായ ദൈവത്തെ, ജാതി ദൈവത്തെ, കുലദൈവത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ഇതേപോലെ തന്നെ ബൈബിളിൽ യെശയ്യാവ് പുസ്തകത്തിൽ 45:18 നമുക്ക് കാണുവാൻ കഴിയും. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, വെറുതെ അല്ല അതിനെ നിർമ്മിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്ന യഹോവ എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയും ഉപരിലോകങ്ങളും ഒക്കെ സൃഷ്ടിച്ച ആ മഹാശക്തിയെക്കുറിച്ച്. അപ്പോൾ ഋഗ്വേദത്തിൽ പറയുന്ന ഈ ദൈവവും ബൈബിളിൽ പറയുന്ന ദൈവവും രണ്ടല്ല, ഒന്ന് തന്നെ, ഭാഷ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ലബദീഉ സമാവാതി വൽ അർള്, മുൻ മാതൃകയില്ലാതെ ആകാശഭൂമിയിലൊക്കെ സൃഷ്ടിച്ചവനാകുന്നു അവൻ. അപ്പോൾ വേദങ്ങളിൽ പറയുന്ന ദൈവം ഒന്നാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേദങ്ങളിൽ പറയുന്ന ദൈവവും മതങ്ങൾ പറയുന്ന ദൈവങ്ങളും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ്. അതിന് വേറിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മതങ്ങൾ പറയുന്ന ദൈവങ്ങളല്ല വേദങ്ങൾ പറയുന്ന ദൈവം. വേദങ്ങൾ പറയുന്ന ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് അതിന്റെ ഉടമസ്ഥനായ തമ്പുരാനാണ്. അവൻ സർവശക്തനാണ്, സർവജ്ഞനാണ്. ഇനി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, അതാണ് ദൈവമെങ്കിൽ, നമ്മളൊക്കെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ആ സർവശക്തനായ ആ മഹാശക്തിയാണ് ദൈവമെങ്കിൽ, ആ ദൈവത്തിന് എന്തിനാണ് നമ്മളുടെ ചില്ലിക്കാശ്?
എന്തിനാണ് ദൈവത്തിന് നമ്മളുടെ കാശ്? ആളുകളുടെ ഇന്നത്തെ മതത്തിലേക്കുള്ള മടക്കത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആ സമീപനം കണ്ടാൽ തോന്നിപ്പോകും ദൈവം വളരെ ദരിദ്രനാണ്. നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ ദൈവത്തിന് നിലനിൽക്കാൻ പറ്റൂ എന്ന് തോന്നുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ നേർച്ചകളും വഴിപാടുകളുമായിട്ട് ആളുകൾ ദൈവങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒന്നുകൂടി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക, യഥാർത്ഥത്തിൽ ദൈവം തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മനുഷ്യനെ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ച ദൈവം, മറ്റൊന്ന് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവങ്ങൾ. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ബിസിനസ്സുകളെല്ലാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പേരിലല്ല, അതിനു പകരം ദൈവങ്ങളുടെ പേരിലാണ്. അപ്പൊ ദൈവവിശ്വാസത്തിന്റെ പേരിലല്ല ഇവിടെ പ്രശ്നമുണ്ടാകുക, അതിനപ്പുറത്ത് മതവിശ്വാസത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ദൈവവിശ്വാസത്തിന്റെ പേരിൽ സമൂഹം ഒന്നിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ അർത്ഥത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് അതിനപ്പുറത്തേക്ക് വ്യതിചലിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അതിൻ്റെതായ അനന്തര ഫലങ്ങൾ ഇവിടെ സംഭവിക്കും. അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയും നമ്മളതിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഏതായാലും വേദങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച അങ്ങനെ ഒരു മഹാശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ ദൈവത്തെ യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടതില്ലേ? അതാണ് ദൈവം എന്ന് പറയുമ്പോൾ അത് മുസ്ലിമിന്റെ ദൈവമല്ല, മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മാത്രം ദൈവം എന്ന അർത്ഥത്തിലല്ല, പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ ദൈവം. അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആ ദൈവത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. ദൈവം എന്തിനു നമ്മളെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ അറിയേണ്ടതില്ലേ? അറിയേണ്ടതുണ്ട്. അതിന് വേദഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആ ദൈവത്തെ അറിയണമെങ്കിൽ, സൃഷ്ടാവിനെ അറിയണമെങ്കിൽ സൃഷ്ടികളെ നോക്കി ചിന്തിക്കണമെന്നാണ്. പടച്ചവനെ അറിയണമെങ്കിൽ പടപ്പുകളെ നോക്കി വായിക്കണമെന്നാണ്. അല്ലെ, കവിയെ അറിയാൻ കവിത വായിക്കുന്നത് പോലെ ഈ പ്രപഞ്ചമാകുന്ന യന്ത്രശാലയെ നോക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഓരോ അണുമുതൽ അണ്ടകടാഹം മുഴുവൻ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവയെല്ലാം തന്നെ കൃത്യമായി അവയിൽ അർപ്പിതമായ ധർമ്മം നിർവഹിക്കുന്നത് കൊണ്ടാണ് ഈ പരിപാടി പോലും ഇവിടെ നടന്നു പോകുന്നത്. ഈ പ്രകൃതിയിൽ ഒരു ചെടി പോലും നിലനിൽക്കണമെങ്കിൽ പ്രപഞ്ചം മുഴുവൻ സഹകരിക്കണമെന്നാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സഹകരണത്തോടു കൂടിയാണ് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ ഈ പരിപാടി നടക്കുന്നത്. ആ അർത്ഥത്തിലാണ് പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന സൂര്യനും അതുപോലെ തന്നെ വായുവും വെള്ളവും ഇങ്ങനെ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനപ്പുറത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത, പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നമുക്ക് ഉപദ്രവകരമായി തോന്നുന്ന ചെറിയ ചെറിയ ബാക്ടീരിയകളെ പോലുള്ള ജീവികൾ പോലും മഹത്തായ ധർമ്മം നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് ചെറിയൊരു ഉദാഹരണത്തിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് പഴുക്കുന്നതിനും മറ്റും കാരണമായി തീരുന്നത് ബാക്ടീരിയകളെ പോലുള്ള ചെറുജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അത് അർത്ഥത്തിൽ നമുക്ക് ഉപദ്രവകരമാണ്. പക്ഷേ ആ ബാക്ടീരിയകളെ പോലുള്ള ചെറുജീവികൾ ഇല്ലായിരുന്നു എങ്കിൽ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഈ ഭൂമിയിൽ ആദ്യം മരിച്ചു വീണ മനുഷ്യന്റെ ശവശരീരം ഇപ്പോഴും ഇവിടെ കേടുകൂടാതെ കിടക്കുമായിരുന്നു. ഒരു മരത്തിൽ നിന്ന് ആദ്യമായി ഈ ഭൂമിയിലേക്ക് ഞെട്ടറ്റ് വീണ ഇല ഇപ്പോഴും ഈ ഭൂമിയിൽ കേടുകൂടാതെ കിടക്കുമായിരുന്നു. അതായിരുന്നു അവസ്ഥ എങ്കിൽ നമ്മളുടെ ഈ പരിപാടി ഇവിടെ നടക്കുമായിരുന്നില്ല. കാരണം ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ഇടം കിട്ടുമായിരുന്നില്ല. ഭൂമി എന്നോ ശവങ്ങൾ കൊണ്ട് നിറയുമായിരുന്നു. അതിനർത്ഥം സൂര്യനും വായുവും വെള്ളവും ഒക്കെ നമ്മളുടെ നിലനിൽപ്പിന് എത്രത്തോളം മഹത്തായ ധർമ്മം നിർവഹിക്കുന്നുവോ എന്നതുപോലെ ബാക്ടീരിയകളെ പോലുള്ള ചെറുജീവികൾക്ക് പോലും മഹത്തായ ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിനർത്ഥം അണു മുതൽ അണ്ടകടാഹം മുഴുവനും കൃത്യമായ ചില ധർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ അർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ അസ്തിത്വത്തെ നമ്മളെടുത്ത് പരിശോധിച്ചാലും ആ ധർമ്മം നിർവഹിക്കത്തക്ക വിധത്തിൽ അത് ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ സൂര്യൻ നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. സൂര്യൻ നമുക്കൊരു അനുഗ്രഹമാകുന്നത് സൂര്യൻ ഉണ്ട് എന്നതുകൊണ്ടല്ല, അതിന് പകരം സൂര്യൻ ഒരു നിശ്ചിത സ്ഥാനത്തുണ്ട് എന്നതുകൊണ്ടാണ്. സൂര്യൻ ഉണ്ട് എന്നതുകൊണ്ടല്ല സൂര്യൻ അനുഗ്രഹമാകുന്നത്, അതൊരു നിശ്ചിത സ്ഥാനത്തുണ്ട് എന്നതുകൊണ്ടാണ്. സൂര്യൻ കുറെ താഴെയായിരുന്നുവെങ്കിൽ ഇതെല്ലാം കത്തിക്കരിഞ്ഞു പോകുമായിരുന്നു. സൂര്യൻ മറ്റു നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രകാശം ലഭിക്കുമായിരുന്നില്ല. ഞാൻ ഇത്ര അകലത്തിൽ നിന്നാൽ എന്റെ പ്രകാശം ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കാൻ സൂര്യന് കഴിയില്ല. ഭൂമിക്ക് അതിനെക്കുറിച്ചൊരു ബോധവുമില്ല. എന്നിരിക്കെ ആവശ്യാനുസൃതം ഈ അകലം നിശ്ചയിച്ചതിന്റെ പിന്നിലെ ബോധം ഏതാണ്, ബുദ്ധി ഏതാണ്? അവിടെയാണ് ആസൂത്രകനെ ഒരു സൃഷ്ടിപ്പ് മാത്രമല്ല ആസൂത്രണവും നമ്മൾ കാണുകയാണ്. എന്നതുപോലെ തന്നെ ആ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് അൾട്രാവയലറ്റ് രശ്മികളെ പോലുള്ള ഗാമരശ്മികളെ പോലുള്ള മാരക വിഷമുള്ള പല രശ്മികളും കടന്നു വരുന്നുണ്ട് എന്നാണ്. പക്ഷെ അത് നേരെ ഭൂമിയിൽ വന്ന് പതിച്ചാൽ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ തടയാൻ വേണ്ടി അന്തരീക്ഷത്തിൽ ഓസോൺ പാളി എന്നൊരു സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് അതിന് വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന്. എന്നാൽ ഓസോൺ പാളി എന്ന ഒരു രക്ഷാകവചമുണ്ട്. ആ ഓസോൺ പാളിയുടെ നിലനിൽപ്പിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. പക്ഷെ ഓസോൺ പാളിക്ക് സ്വയം ഉദ്ദേശിക്കാൻ കഴിയില്ല, അങ്ങനെ ആയിത്തീരുവാനും സാധ്യമല്ല. അപ്പോൾ ഉദ്ദേശിക്കാൻ കഴിയാത്ത ഒരു അസ്തിത്വം ഉദ്ദേശപൂർവ്വം ആയിത്തീരണമെങ്കിൽ അത് ഉദ്ദേശപൂർവ്വം ആക്കി തീർക്കണമെന്നത് സാമാന്യ ബുദ്ധിയുടെ ഒരു തട്ടമാണ്. ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൽ ഒരു മേൽക്കൂരയുണ്ട്. ഈ മേൽക്കൂര നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്.
വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ സുരക്ഷിതത്വം നൽകുക എന്ന ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. പക്ഷേ ഈ മേൽക്കൂരയ്ക്ക് സ്വയം ഉദ്ദേശിക്കാൻ സാധ്യമല്ല. അപ്പൊ സ്വയം ഉദ്ദേശിക്കാൻ സാധ്യമല്ലാത്ത ഈ മേൽക്കൂര ഉദ്ദേശപൂർവ്വം ഇങ്ങനെ ആയിത്തീരണമെങ്കിൽ ഉദ്ദേശപൂർവ്വം ഇങ്ങനെ ആക്കിത്തീർക്കണം എന്നതാണ് സാമാന്യ ബുദ്ധിയുടെ തട്ടം. അഥവാ ഒരു ബാഹ്യ ഇടപെടൽ അനിവാര്യമാണ്. ഈ അർത്ഥത്തിൽ പ്രകൃതിയിലുള്ള ഓരോ സംവിധാനങ്ങൾ നമ്മൾ നോക്കിയാലും എല്ലാം കൃത്യമായ ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ് നിലകൊള്ളുന്നത്. അവയ്ക്കാകട്ടെ സ്വയം ഉദ്ദേശിക്കാനോട്ട് സാധ്യവുമല്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോ തലങ്ങളിൽ എടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഭൂമിക്ക് ഭ്രമണം എന്നൊരു ചലനമുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗത്തെപ്പോഴും ചുട്ടുകൊള്ളുന്ന വെയിലും മറുഭാഗത്ത് മഞ്ഞു മൂടി കിടക്കുന്ന അവസ്ഥയുമാണ് സംഭവിക്കുക. രാപ്പകലുകൾ മാറി മാറി വരാനുള്ള കാരണം ഭ്രമണം എന്ന ചലനമാണ്. അതിന്റെ പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോഴേ ജീവജാലങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയൂ. ഇങ്ങനെ എവിടെ നോക്കിയാലും എല്ലാത്തിന്റെയും പിന്നിൽ ചില കൃത്യമായ ഉദ്ദേശങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമൊക്കെ ചിന്തിക്കുന്നവർക്ക് കുറിമാനങ്ങളുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, തെളിവുകളുണ്ട്. അപ്പൊ ഈ പ്രകൃതിയിൽ കാണുന്ന ഓരോ പ്രതിഭാസങ്ങളെ നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള ഒരു ആസൂത്രകന്റെ സാന്നിധ്യം, ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യത്തെ, ബുദ്ധിപരമായ ഒരു ഇടപെടൽ നമ്മൾ അവിടെയൊക്കെ കണ്ടെത്തുകയാണ്. ഇതേപോലെ തന്നെ നമുക്കറിയാം, ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് വെള്ളം. ഭൂമിയുടെ ഏതാണ്ട് 71% സമുദ്രമാണ് എന്നാണ്. കടലിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് പക്ഷേ കരയിൽ ജീവിക്കാൻ കഴിയില്ല. കടലിൽ നിന്ന് ആ ഉപ്പ് വെള്ളം ശുദ്ധവെള്ളമായി കരയിലേക്ക് അടിച്ചു കയറ്റേണ്ടതുണ്ട്. അതിനൊരു ജലസേചന പരിപാടി ആവശ്യമുണ്ട്. ഈ പ്രകൃതിയിൽ വളരെ മനോഹരമായ ഒരു ജലസേചന പരിപാടി നമ്മൾ കാണുന്നു, മഴ എന്ന പേരിൽ. മഴ പെയ്യുന്നത് മഴയ്ക്ക് വേണ്ടിയല്ല, ഇവിടുത്തെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ മഴ വേണമെന്നും അതുകൊണ്ട് മഴ പെയ്യാൻ ആസൂത്രണം ചെയ്യാൻ മഴയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകങ്ങൾക്കും സാധ്യമല്ല. അപ്പൊ മഴയുടെ പിന്നിലുള്ള ഘടകങ്ങൾ നമുക്കറിയാം, ഒന്ന് സമുദ്രജലമാണ്, മറ്റൊന്ന് നീരാവിയാണ്, മറ്റൊന്ന് സൂര്യപ്രകാശമാണ്, മറ്റൊന്ന് കാറ്റാണ്, കാർമേഘങ്ങളാണ്. ഇവയ്ക്കൊന്നും സ്വയം ഉദ്ദേശിക്കുവാനോ ആസൂത്രണം ചെയ്യാനോ സാധ്യമല്ല. അപ്പൊ സ്വയം ഉദ്ദേശിക്കാൻ കഴിയാത്ത കുറെ ഘടകങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ഉദ്ദേശപൂർവ്വം ഒരു പ്രക്രിയ നടക്കണമെങ്കിൽ അത് ഉദ്ദേശപൂർവ്വം ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് എന്നത് സാമാന്യ ബുദ്ധിയുടെ താല്പര്യമാണ്. അതിന്റെ വിതരണത്തിൽ പോലും ക്രമമുണ്ട് എന്നാണ്. മഴയുടെ വിതരണത്തിൽ പോലുമുണ്ട് ക്രമം. ഭൂമിയുടെ പ്രകൃതിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഗൾഫ് നാടുകളിൽ മഴ വർഷിക്കുന്നത് പോലെയല്ല ഇന്ത്യയിൽ മഴ വർഷിക്കുന്നത്. ഇന്ത്യയിൽ മഴ വർഷിക്കുന്ന തോതിൽ ഗൾഫ് നാടുകളിൽ മഴ വർഷിച്ചാൽ അവിടെ വെള്ളപ്പൊക്കമുണ്ടാകും. കാരണം വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോവുകയില്ല, പരന്ന പ്രദേശമാണ്, എളുപ്പത്തിൽ അവിടെ നാശം സംഭവിക്കും. അവിടെ പെയ്യുന്നത് പോലെയാണ് ഇവിടെ മഴ പെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കർഷകന് വ്യത്യസ്ത കൃഷിയുണ്ടെങ്കിൽ ആവശ്യാനുസൃതം ജലസേചനം ചെയ്യുന്നത് പോലെ അല്ലെ, പ്രകൃതിയിൽ ഇതിന്റെ ഈ മഴയുടെ വിതരണത്തിൽ പോലും കൃത്യമായ ഒരു ആസൂത്രണം നമ്മൾ കാണുകയാണ്. എവിടെ നോക്കിയാലും ഈ അർത്ഥത്തിലുള്ള ആസൂത്രണം നമ്മൾ കാണുന്നുണ്ട്. അത് എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത വിധം നമുക്ക് പറയാം. ഇനി ജീവജാലങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ പറ്റും. ഓരോ സൃഷ്ടികളെ എടുത്തു നോക്കുക. അല്ലെ, ഒരു കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ മുട്ടക്കടയിരുന്നാലേ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരൂ എന്ന അറിവ് കോഴിക്ക് നൽകുകയാണ്. എവിടുന്നാണ് ഈ അറിവ് കിട്ടുന്നത്? മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കോഴിക്കുഞ്ഞിനെ ധാന്യമണയും മണലും കണ്ടാൽ തിരിച്ചറിയുകയാണ്. എവിടുന്നാണ് ഈ തിരിച്ചറിവ് കിട്ടുന്നത്? ചളിക്കുണ്ടൽ വളരുന്ന ഒരു കൂത്താടി, ഒരു ലാർവ കൊതുകായി പറക്കുന്നതോടുകൂടി, അവൻ ചിറകാർന്ന് പറക്കുന്നതോടുകൂടി ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ തൊലിക്കുള്ളിൽ എനിക്കുള്ള ഭക്ഷണമുണ്ടെന്ന അറിവോടുകൂടിയാണ് പറക്കുന്നത്. കൊതുകിന് എവിടുന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്? എവിടുന്നാണ് ഈ മാർഗദർശനം ലഭിക്കുന്നത്? അറിവ് മാത്രമല്ല, ആ ഭക്ഷണം എടുക്കുന്നതിനുള്ള മാരകായുധങ്ങളുമായിട്ടാണ് ഒരു കൊതുക് പോലും പറക്കുന്നത്. ഒരു കൊതുകിന് പോലും പറക്കണമെങ്കിൽ ഒരുപാട് ആസൂത്രണങ്ങൾ ആവശ്യമാണെന്നാണ്. അതിന്റെ ചെറിയ 2 ചിറകുകൾ പോലും ഒന്ന് വലുതും ഒന്ന് ചെറുതായി പോയാൽ പറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പക്ഷികളെയൊക്കെ കിട്ടിയാൽ കുട്ടികൾ സാധാരണ അതിന്റെ ഒരു ചിറക് കുത്തിക്കളയും. കാരണം 2 ചിറകും ഒരേ വലുപ്പത്തിലാണെങ്കിലേ പറക്കാൻ കഴിയൂ. എന്നാൽ അവിടെ പോലും യഥാർത്ഥത്തിൽ പക്ഷികളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ആസൂത്രണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും ബുദ്ധിപരമായ ഒരു ഇടപെടൽ, ബോധപൂർവമായ ഒരു ഇടപെടൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെ എവിടേക്ക് നോക്കി ചിന്തിച്ചാലും, സൃഷ്ടികളെ നോക്കി ചിന്തിക്കുമ്പോൾ സൃഷ്ടാവിനെ അറിയാൻ മനുഷ്യന് കഴിയും എന്നതാണ്. സൃഷ്ടാവിന്റെ 3 തലങ്ങൾ അതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നത്. ഒന്ന് സൃഷ്ടാവിന്റെ അസ്തിത്വം, മറ്റൊന്ന് സൃഷ്ടാവിന്റെ മഹത്വം, മറ്റൊന്ന് സൃഷ്ടാവിന്റെ ഏകത്വം. ഇത് 3ഉം സൃഷ്ടികളെ നോക്കി ചിന്തിക്കുമ്പോൾ മനുഷ്യന് കണ്ടെത്താൻ കഴിയും. ഇനി വിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ അറിയണമെങ്കിൽ, സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് ആരാധനാലയങ്ങളോടനുബന്ധിച്ചാണ് ദൈവത്തെ കാണുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയണമെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല. വഫി അംഫുസികും വഫിലാ തബ്സിറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങളിൽ തന്നെയുണ്ട് തെളിവുകൾ. ദൈവത്തെ അറിയണമെങ്കിൽ നിങ്ങളിൽ തന്നെയുണ്ട് ദൃഷ്ടാന്തങ്ങൾ. മാതാവിന്റെ ഗർഭാശയമാകുന്ന ഒരു ചെറിയ ഇരുട്ടറയിൽ വളർന്നുകൊണ്ടിരിക്കെ നമുക്കൊക്കെ അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. മാതാവിന്റെ ഗർഭാശയമാകുന്ന ആ കൊച്ചി ഇരുട്ടറയിൽ ആരോരും അറിയാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം.
ആ ഇരുട്ടറയിൽ വളരുന്ന സമയത്താണ് വെളിച്ചം കിടക്കാത്ത ഇരുട്ടറയിൽ വളരുമ്പോൾ വെളിച്ചത്തിൽ കാണാവുന്ന കണ്ണുകൾ രൂപപ്പെടുകയാണ്. പുറത്തിറങ്ങിയാൽ കാണാൻ വേണ്ടിയാണ് അകത്ത് വെച്ച് കണ്ണുണ്ടാവുന്നത്. പക്ഷെ പുറത്തിറങ്ങിയാൽ കാണേണ്ടി വരുമെന്ന വിവരം അകത്ത് വളരുന്ന കുഞ്ഞിനില്ല. എന്റെ കുട്ടിക്ക് 2 കണ്ണുകൾ വേണമല്ലോ എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ കണ്ണുകൾ ഫിറ്റ് ചെയ്യാൻ ഒരു ഏർപ്പാടും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ജനിച്ചു വീഴുമ്പോൾ കാണാൻ വേണ്ടി കണ്ണുകളുണ്ട്. അത് യാദൃശ്ചികമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം യാദൃശ്ചികതയിൽ ഉദ്ദേശമില്ല. ഇത് കാണാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് നമ്മളുടെ സൃഷ്ടിയല്ല, മാതാപിതാക്കൾ ഇടപെട്ടിട്ടില്ല എങ്കിൽ പിന്നെ ആര് നൽകുന്നു? കേനോപനിഷത്തിന്റെ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ പറ്റും, യച്ചുഷന്ന പശ്യതി ഏന ചറ്റുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിധി നേദം വിധിതും ഉപാസതേ. കണ്ണിന് കാഴ്ച നൽകിയതും എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുമായ ശക്തി ഏതോ അത് ബ്രഹ്മമെന്ന് നീ അറിയുക. എന്നാൽ നീ ബ്രഹ്മമെന്ന് ദൈവമെന്ന് വിചാരിച്ച് ഉപാസന ചെയ്യുന്നതൊന്നും ബ്രഹ്മമല്ല. അപ്പോൾ കണ്ണിന് കാഴ്ച നൽകിയ എന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശക്തി, അതുകൊണ്ട് തന്നെ അത് കുലദൈവമോ ജാതിദൈവമോ മതദൈവമോ അല്ല. ആ അർത്ഥത്തിൽ വേദങ്ങൾ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ബുദ്ധിപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സൃഷ്ടാവിനെ നമുക്ക് സൃഷ്ടികൾ എന്ന നിലയ്ക്ക് കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നു. ആ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കെ തന്നെയാണ് കാലുകൾ രൂപപ്പെടുന്നത്. എന്തിനു വേണ്ടി? ഗർഭാശയത്തിലൂടെ നടക്കാനല്ല. ഗർഭാശയത്തിലൂടെ നടക്കാൻ സാധ്യമല്ല. പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി അകത്ത് വെച്ച് കാലുണ്ടാവുന്നു. പുറത്തിറങ്ങിയാൽ നടക്കണമെന്ന വിവരം കുഞ്ഞിനില്ല. മാതാപിതാക്കൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഏർപ്പാടൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ആവശ്യത്തിന് വേണ്ടി കാലുകൾ, അതും 2 എണ്ണം. അതിന്റെ എണ്ണത്തിൽ പോലും കണക്ക് കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് 2 എണ്ണമാണ്. ഒന്നാണെങ്കിൽ പ്രശ്നമാണ്, 3 എണ്ണമാണെങ്കിലും പ്രശ്നമാണ്. അതിന്റെ ഘടനയിൽ പോലും ആസൂത്രണമുണ്ട്. അതിങ്ങനെ വളർന്ന് 2 ദണ്ടായി ഇങ്ങനെ വളർന്നു വരികയല്ല ചെയ്തത്. അതിനപ്പുറത്ത് കാൽമുട്ടുകൾ രൂപപ്പെട്ടു. ആ കാൽമുട്ടുകൾ രൂപപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിലോ, കാൽമുട്ടുകൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ പരിപാടി ഇവിടെ നടക്കൂല ഈ സ്വഭാവത്തിൽ. എന്ന് മാത്രമല്ല, കാൽമുട്ടുകൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു കിടക്കയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരിക്കലും നമുക്ക് കിടക്കാൻ കഴിയില്ല. കിടക്കയിലേക്ക് മറിഞ്ഞു വീഴേണ്ടി വരും. മറിഞ്ഞു വീണാൽ തന്നെ എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്കുക. ഒരിക്കലും നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. അപ്പോൾ കാൽമുട്ടുകൾ പോലും ഉണ്ടായത് നമ്മളുടെ ഒരാവശ്യത്തിന് വേണ്ടി. പക്ഷെ നമുക്കറിയുകയില്ല കാലിങ്ങനെ ആയാലേ ഇത് ഉപയോഗപ്പെടൂ. അതുകൊണ്ട് നമ്മൾ ഇത് ആസൂത്രണം ചെയ്തിട്ടില്ല. കാലിനിതറിയില്ല എങ്കിൽ നമുക്ക് വേണ്ടി ആരാണ് ഇത് ആസൂത്രണം ചെയ്തത്? ദൈവത്തിന്റെ അനുഗ്രഹം, ആ മഹത്വം കൂടി ഇതിലൂടെ നമ്മൾ വായിച്ചെടുക്കുകയാണ്. അതിന്റെ പാദത്തിന്റെ ഊന്നൽ മുമ്പോട്ടായി, അത് പുറകോട്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് മുമ്പോട്ടും ഒന്ന് പുറകോട്ടുമായിരുന്നുവെങ്കിൽ, എല്ലാത്തിനും ആവശ്യാനുസൃതമുള്ള ക്രമപ്പെടുത്തലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റും. സൃഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മളുടെ കൈയെടുത്ത് നോക്കിയാൽ 5 വിരലുകളിൽ 4 വിരലുകളും ചലിക്കുന്നത് ഇങ്ങോട്ടാണ്. തള്ളവിരൽ പക്ഷേ ചലിക്കുന്നത് മറ്റൊരു ദിശയിലേക്കാണ്. ഒരുത്തനെ മാത്രം ദിശ തിരിച്ചു വിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ഒരുത്തൻ ഇങ്ങനെ ദിശ തിരിഞ്ഞ് നിന്നില്ലായിരുന്നുവെങ്കിൽ ഈ കൈ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കൈ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ ഒരു വിരല്, തള്ളവിരൽ ഇങ്ങനെ ചലിക്കുന്നു, ദിശ മാറി ചലിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇതിങ്ങനെ ആയാലേ ഇത് നമുക്ക് ഉപയോഗപ്പെടൂ എന്ന് ചിന്തിക്കാൻ കയ്യിന് കഴിയില്ല. മാതാപിതാക്കളോ നമ്മളോ ഇത് ആസൂത്രണം ചെയ്തല്ല എങ്കിൽ നമുക്ക് വേണ്ടി ഇതിങ്ങനെ ആസൂത്രണം ചെയ്ത ബുദ്ധി ബോധം ഏതാ? അവിടെയാണ് സൃഷ്ടികളാകുന്ന നമ്മളുടെ സൃഷ്ടാവിനെ നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല, അതിൽ കാണുന്ന ഓരോ വരകളും കുറികളും നമ്മൾ എടുത്തു നോക്കിയാൽ അതിന്റെ പിന്നിൽ പോലും അന്ധവിശ്വാസങ്ങൾ. ഇപ്പൊ കയ്യിന്റെ ഉള്ളനടിയിൽ കുറെ രേഖകളുണ്ട്, ഉള്ളൻ കയ്യിൽ കുറെ രേഖകളുണ്ട്. അതിന്റെ പിന്നിൽ പോലും കുറെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് അതുപോലും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കയ്യിന്റെ ഉള്ളനടിയിൽ കാണുന്ന വരകൾ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ കൈ ഇങ്ങോട്ട് മടക്കി പിടിച്ചു കഴിഞ്ഞാൽ കയ്യിന്റെ ഉള്ളിലുള്ള മാംസപേശിയെല്ലാം പുറത്തേക്ക് ഇങ്ങോട്ട് തള്ളി വരും. ഒന്നും നമുക്ക് മുറുക്കി പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാംസപേശികളെ അസ്ഥികളോട് ബന്ധിപ്പിക്കുക എന്ന മഹത്തായ ഒരു ധർമ്മമാണ് കൈരേഖകൾ ചെയ്യുന്നത്. അത് ഭാവി രേഖപ്പെടുത്തപ്പെട്ട രേഖയല്ല. അങ്ങനെ ഒരു മഹത്തായ കുരങ്ങുകൾക്കുമുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ, അത് മനുഷ്യനെ ഓരോ സ്ഥലങ്ങളിലും രൂപപ്പെട്ടു വന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും പിന്നിൽ ഉദ്ദേശമുള്ളതുപോലെ കൈരേഖകൾ രൂപപ്പെട്ടതിന്റെ പിന്നിലും ഉദ്ദേശമുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ കോശങ്ങൾക്കും ഓരോ രോമങ്ങൾക്കും ധർമ്മങ്ങളുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നിരിക്കും. ഇത് വെറുതെ ആവാൻ വല്ല സാധ്യതയുണ്ടോ? ഇതൊരു തമാശയ്ക്ക് വേണ്ടിയാവാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല. ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ കഴിയുന്ന നമ്മളെ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് സൃഷ്ടിച്ചത് ഒരു തമാശയ്ക്ക് വേണ്ടിയാവാനുള്ള സാധ്യത യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? അത് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടതില്ല. എന്തിനു വേണ്ടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ മനുഷ്യൻ അറിയേണ്ടതില്ല. പക്ഷെ എങ്ങനെയാണ് മനുഷ്യനത് അറിയുക? മനുഷ്യനത് അറിയാൻ യഥാർത്ഥത്തിൽ തന്നെ സ്വന്തം ഇരുന്നു കൊണ്ട് ആലോചിച്ച് അറിയുവാൻ യഥാർത്ഥത്തിൽ ന്യായങ്ങളൊന്നുമില്ല, അതിന്റെ സാധ്യതകളില്ല. പക്ഷെ മനുഷ്യൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഉദ്ദേശമില്ലാതിരിക്കാനും ന്യായമില്ല. കാരണം മനുഷ്യന്റെ ഓരോ അവയവങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഓരോ ഉദ്ദേശങ്ങളോടുകൂടിയാണ്. കണ്ണുകൾ കാണാൻ വേണ്ടിയാണ്, കാലുകൾ നടക്കാൻ വേണ്ടിയാണ്, കാതുകൾ കേൾക്കാൻ വേണ്ടിയാണ്, മൂക്ക് ശ്വസിക്കാൻ വേണ്ടിയാണ്.
ഇങ്ങനെയുള്ള ഓരോ അവയവങ്ങളും ഉദ്ദേശപൂർവ്വം സൃഷ്ടിച്ച് ഇതെല്ലാം ചേർന്നൊരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അതിനേക്കാൾ വലിയ അവയവങ്ങൾ സൃഷ്ടിച്ചതിനേക്കാൾ വലിയ ഒരു ഉദ്ദേശം മനുഷ്യൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഉണ്ടാവും ഉറപ്പല്ലേ? ഒരു കമ്പ്യൂട്ടറിന്റെ വ്യത്യസ്തമായ പാർട്സുകൾ ഉണ്ടാക്കുമ്പോൾ ഓരോ പാർട്സുകളും ഉണ്ടാക്കുന്നത് ഉദ്ദേശപൂർവ്വം വ്യത്യസ്ത ഉദ്ദേശങ്ങളോടുകൂടിയാണ്. പക്ഷെ അതെല്ലാം ചേർത്ത് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ ഈ ഭാഗങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഉദ്ദേശം ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പിന്നിലുണ്ടാവും. അംശങ്ങളിൽ ഉദ്ദേശമുണ്ടെങ്കിൽ സാകല്യത്തിൽ അതിനേക്കാൾ വലിയ ഉദ്ദേശം ഉണ്ടാകും എന്ന ഒരു പൊതുതത്വമുണ്ട്. അതനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ ഓരോ ഭാഗങ്ങളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി അത് ചേർത്തൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ടാവും. പക്ഷെ കമ്പ്യൂട്ടറുകൾ എന്തിനുണ്ടാക്കി എന്ന് കമ്പ്യൂട്ടറുകൾക്ക് അറിയില്ല. അതറിയുന്നത് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ മനുഷ്യനാണ്. എന്നതുപോലെ മനുഷ്യൻ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനുഷ്യനറിയുകയില്ല. അതറിയുക സ്വാഭാവികമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനാണ്. ദൈവത്തിനെ അതറിയും. എങ്കിൽ എന്തിനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നത് മനുഷ്യന് ദൈവം പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? മറ്റു ചരാചരങ്ങൾക്കെല്ലാം അവയുടെ ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതായി നമ്മൾ കാണുന്നു. അല്ലെ, വായുവിന്റെ ധർമ്മം അതിന്റെ പ്രകൃതിയിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. സൂര്യന്റെ ധർമ്മം അതിന്റെ പ്രകൃതിയിൽ നമുക്ക് കാണാം. വെള്ളത്തിന്റെ ധർമ്മം അതിന്റെ പ്രകൃതിയിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ചരാചരങ്ങൾക്കും അവയുടെ ധർമ്മം അവയുടെ സൃഷ്ടിപ്പിൽ പ്രകൃതിയിൽ നിശ്ചയിച്ചു കൊടുത്തിരിക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കുക. ഹൃദയമെന്ന അവയവം ഒരു മഹത്തായ ധർമ്മം കൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല, പക്ഷെ അതിന്റെ പ്രകൃതം അനുസരിച്ച് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിനൊരു ധർമ്മം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ ശരീരത്തിലുള്ള വൃക്കകൾ നോക്കുക. തൊട്ട് താഴെ ഇരുന്നു കൊണ്ട് അതിന്റെ പ്രകൃതം അനുസരിച്ച് വലിയ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചതോടൊപ്പം ദൈവം അവയ്ക്ക് ധർമ്മവും നിശ്ചയിച്ചു കൊടുത്തു. എങ്കിൽ ഈ മനുഷ്യനും ഒരു ധർമ്മം നിശ്ചയിച്ചു തരേണ്ട ബാധ്യത ദൈവത്തിനില്ലേ? ഖുർആനിലൂടെ ദൈവം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്ന അലൈന അലൽ ഹുദ. മനുഷ്യന് മാർഗദർശനം നൽകൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം മറ്റെല്ലാ ചരാചരങ്ങൾക്കും ധർമ്മം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ മനുഷ്യനും അത് നിശ്ചയിച്ചു കൊടുക്കുക എന്ന ബാധ്യത ദൈവത്തിനുണ്ട്. മറ്റു ചരാചരങ്ങൾക്കൊക്കെ അവരുടെ പ്രകൃതം അനുസരിച്ചാണ് കൊടുത്തത്. വായുവിന്റെ ധർമ്മമല്ല സൂര്യന് കൊടുത്തത്, കാരണം രണ്ടിന്റെയും പ്രകൃതം വ്യത്യസ്തമാണ്. ഹൃദയത്തിന്റെ ധർമ്മമല്ല വൃക്കകൾക്ക് കൊടുത്തത്, രണ്ടിന്റെയും പ്രകൃതം വ്യത്യസ്തമാണ്. പ്രകൃതം അനുസരിച്ച് ധർമ്മം നിശ്ചയിച്ചു കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം കൂടി ദൈവത്തിലുണ്ട്. എങ്കിൽ മനുഷ്യന്റെ പ്രകൃതം അനുസരിച്ച് അവന് ധർമ്മം നിശ്ചയിച്ചു കൊടുക്കുക എന്ന ബാധ്യത ദൈവത്തിലുണ്ട്. ദൈവം അത് പറയുകയും ചെയ്തിട്ടുണ്ട്, മാത്രമല്ല അത് നിർവഹിച്ചിട്ടുമുണ്ട് എന്ന മനുഷ്യന്റെ പ്രകൃതം അനുസരിച്ച്. മനുഷ്യന്റെ മറ്റ് ചരാചരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അല്ലെ, ഒരു ആശയത്തിന് വേണ്ടി മരിക്കാൻ കഴിയുന്ന ജീവി എന്നത്. ആശയത്തിന് വേണ്ടി മരിക്കാൻ കഴിയുന്ന ജീവിയാണ് മനുഷ്യൻ. അതിനർത്ഥം മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഏതോ അർത്ഥത്തിൽ ചില ആശയങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ചിന്തിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള മനുഷ്യന് സൂര്യന് ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതുപോലെ, വെള്ളത്തിന് ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതുപോലെ, വൃക്കയ്ക്കും ഹൃദയത്തിനും ധർമ്മം നിശ്ചയിച്ചു കൊടുത്തതുപോലെ അല്ല ധർമ്മം നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. അവന് ധർമ്മം നിശ്ചയിച്ചു കൊടുക്കേണ്ടത് ആശയതലത്തിലാണ്. അതുകൊണ്ട് ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ നൽകിക്കൊണ്ട് ആശയതലത്തിൽ മാർഗദർശനം നൽകിയിരിക്കുന്നു എന്നാണ്. ഖുർആൻ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വലക്കത് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ. എല്ലാ സമൂഹങ്ങളിലേക്കും നാം ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ദൈവത്തിന്റെ ഇച്ഛ മനുഷ്യനെ പഠിപ്പിക്കാൻ, മനുഷ്യന്റെ ധർമ്മം എന്ത് ഭൂമിയിൽ എന്ന് പഠിപ്പിക്കാൻ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നാണ്. ആ പ്രവാചകന് തൊട്ട് മുമ്പ് വന്ന പ്രവാചകനായിരുന്നു ബൈബിൾ പറയുന്ന യേശു ക്രിസ്തു, ഖുർആൻ പറയുന്ന ഈസാ നബി. അതിന് തൊട്ട് മുമ്പ് വന്ന ഒരു പ്രവാചകനായിരുന്നു മോശ പ്രവാചകൻ, ഖുർആൻ പറയുന്ന മൂസാ നബി. അതിന് തൊട്ട് മുമ്പ് വന്ന ഒരു പ്രവാചകനായിരുന്നു ഖുർആൻ പറയുന്ന ഇബ്രാഹിം നബി, ബൈബിൾ പറയുന്ന അബ്രഹാം പ്രവാചകൻ. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഏതാണ്ട് 1,24,000-ലധികം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ശ്രീരാമനെ പോലുള്ള, ശ്രീകൃഷ്ണനെ പോലുള്ള, ശ്രീബുദ്ധനെ പോലുള്ള പലരും പ്രവാചകന്മാരിൽപ്പെട്ടവരായിരിക്കാം. പക്ഷേ പിന്നീട് സംഭവിച്ചത്, കാലം കുറെ കഴിയുമ്പോൾ പ്രവാചകന്മാരിൽ തന്നെ ദിവ്യത്വം ആരോപിക്കപ്പെട്ടു എന്നാണ്. മഹാന്മാരിലും പ്രവാചകന്മാരിലും ദിവ്യത്വം ആരോപിക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് മനുഷ്യൻ പിൽക്കാലഘട്ടത്തിൽ വ്യതിചലനത്തിന് വിധേയമായി പോയി. അങ്ങനെയാണ് പിൽക്കാലഘട്ടത്തിൽ മതങ്ങൾ പോലും രൂപപ്പെട്ടു വരുന്നത് എന്ന. ദൈവം മതം ഉണ്ടാക്കിയിട്ടില്ല എന്ന. പ്രവാചകന്മാരെ ദൈവം നിയോഗിച്ചത് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ, അവന്റെ ധർമ്മം എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ, അവന്റെ ഓരോ ചുവടുവെപ്പുകളിലും പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞു കൊടുക്കാൻ. അത് നമ്മളിങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയാൽ, പരിശോധിച്ചു നോക്കിയാൽ ഓരോ ചുവടുവെപ്പുകളിലും മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകൾ പന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ പഠിപ്പിക്കപ്പെട്ടതനുസരിച്ച് ഒരാൾ കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാല് വെച്ച് കയറണമെന്നാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കാല് വെച്ച് ഇറങ്ങണമെന്നാണ്. ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ വലത് വെച്ച് ആണത്രേ കയറേണ്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാല് വെച്ചാണ് ഇറങ്ങേണ്ടത്. ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് വീട്ടുടമസ്ഥൻ അവിടെ ഇല്ലെങ്കിൽ അനുവാദമില്ലാതെ അകത്ത് പ്രവേശിക്കരുത് എന്നാണ്.
പുറത്താളെ കാണുന്നില്ല, അകത്താളുണ്ടെന്ന ധാരണയിൽ നമ്മൾ കോളിംഗ് ബെല്ലടിക്കുന്നു, പ്രതികരണമൊന്നുമില്ലെങ്കിൽ രണ്ടാമതും ബെല്ലടിക്കാം, മൂന്നാമതും ബെല്ലടിച്ചു, എന്നിട്ടും പ്രതികരണമില്ലെങ്കിൽ തിരിച്ചു പോരണമെന്നാണ്. പിന്നെ ജനൽ തട്ടി കിളിവാതിൽ തുറന്ന് എത്തി നോക്കാൻ പാടില്ല എന്ന്. അഥവാ എത്തി നോക്കുന്ന സമയത്ത് വീട്ടിൽ ഉടമസ്ഥനുണ്ട് എങ്കിൽ വീട്ടുടമസ്ഥൻ ഒരു കോലെടുത്ത് കുത്തി എത്തി നോക്കിയവന്റെ കണ്ണു പൊട്ടിപ്പോയാൽ വീട്ടുടമസ്ഥൻ കുറ്റവാളിയല്ല എന്ന്. കാരണം ചുഴന്ന അന്വേഷണം നിഷിദ്ധമാണ്. നിങ്ങളുടെ ഒരു കത്തി എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാനത് പൊട്ടിച്ചു വായിക്കുന്നത് പാപമാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും പാലിക്കേണ്ട മര്യാദകളാണ് പ്രവാചകന്മാരോട് ദൈവം പഠിപ്പിച്ചത്. ദൈവത്തിന് ആവശ്യം നേർച്ചകളും വഴിപാടുകളുമല്ലത്രേ, നമ്മളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണത്രേ ദൈവം തേടുന്നത്. ദൈവവിശ്വാസവും മതവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. യഥാർത്ഥത്തിൽ ദൈവ മനുഷ്യനോട് മതാചാരങ്ങൾ എന്ന അർത്ഥത്തിൽ ചില കാര്യങ്ങൾ പറയാനല്ല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കാൻ. ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണമെന്നാണ്. അത് ദൈവനാമത്തിലാണത്രേ കഴിക്കേണ്ടത്. മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം അനുവദനീയമാണോ എന്ന് നോക്കണമെന്നാണ്. കഴിക്കുന്ന ഭക്ഷണം രണ്ട് രീതിയിൽ നിഷിദ്ധമാകാം. ഒന്ന്, സ്വയം പ്രകൃതമനുസരിച്ച് ചിലത് നിഷിദ്ധമാണ്, വേറെ ചിലത് വന്ന മാർഗമനുസരിച്ച് അത് നിഷിദ്ധമാകാം. പിടിച്ചുപറിയിലൂടെ, അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെ, അല്ലെങ്കിൽ പലിശയിലൂടെ, അങ്ങനെ തെറ്റായ വഴിയിലൂടെ വന്ന ആഹാരം നിഷിദ്ധമാണ്. എന്നാൽ വേറെ ചിലത് സ്വയം നിഷിദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാകാം, മനുഷ്യന്റെ പ്രതികൂലമായി ബാധിക്കുന്ന, അഥവാ മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ എല്ലാം നിഷിദ്ധമാണ് എന്ന ആ അർത്ഥത്തിൽ അന്നപാനീയങ്ങളിൽ മുതൽ എല്ലാ കാര്യങ്ങളിലും മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ എല്ലാത്തിനെയും വർജിക്കണമെന്നാണ്. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ സ്വയം നിഷിദ്ധമായ, ഉദാഹരണം പറഞ്ഞാൽ ചായ കുടിക്കാം പക്ഷെ ചാരായം കുടിക്കരുത് എന്ന്. ചായ കുടിക്കാം പക്ഷെ ചാരായം കുടിക്കരുത്. ചായ യഥാർത്ഥത്തിൽ നിഷിദ്ധമല്ല, പക്ഷെ ചാരായം നിഷിദ്ധമാണ്. അത് മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അതേസമയത്ത് ഇതിന്റെ പോലും ഇടപാടിൽ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഒരാൾ സത്യസന്ധമായി ചാരായ കച്ചവടം ചെയ്യുന്നതും സത്യസന്ധമല്ലാതെ ചായ കച്ചവടം ചെയ്യുന്നതും ഒരുപോലെയാണ്. കാരണം രണ്ടും മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. ഇങ്ങനെ ഓരോ ചുവടുവെപ്പുകളിലും മനുഷ്യത്വത്തിന്റെ താല്പര്യത്തിന്റെ പുലർച്ചയാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിലൂടെ നടക്കേണ്ടത് എന്ന അതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യന് നൽകിയിട്ടുള്ളത്. അല്ലെ, അവന്റെ ഇടപെടലുകളിലും അവന്റെ കടപ്പാടുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മുഴുവൻ മേഖലകളിലും മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകൾ. അല്ലെ, പ്രവാചകനോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകരെ, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടവരോടാണ്. ഉടനെ തന്നെ പ്രവാചകന്റെ മറുപടി, നിനക്ക് നിന്റെ അമ്മയോടാണ്, മാതാവിനോടാണ്. വീണ്ടും ചോദിച്ചു, അതിനുശേഷം പിന്നെ ആരോടായിരിക്കും എനിക്ക് കടപ്പാട്? അപ്പോഴും പറഞ്ഞു, നിനക്ക് നിന്റെ മാതാവിനോടാണ്. മൂന്നാമത് ചോദിച്ചപ്പോഴും പറഞ്ഞു, നിന്റെ മാതാവിനോടാണ്. നാലാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ പിതാവിനോടാണ്. അപ്പൊ ആദ്യത്തെ 3 പ്രാവശ്യവും പ്രവാചകൻ ആവർത്തിച്ച് പറയുന്നു, ഒരാൾക്ക് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് മാതാവിനോടാണ്. മാതാവിനോട് ഇത്രയും വലിയ കടപ്പാട് എടുത്ത് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയാനുള്ള കാരണം പറയുന്നത്, മാതാവ് 3 കാര്യത്തിൽ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നു ഒരാൾക്ക് വേണ്ടി. ഒന്ന്, 10 മാസക്കാലം ഗർഭം ചുമന്ന് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയെ വഹിക്കുന്നു എന്ന മഹത്തായ ഒരു ധർമ്മമാണ് മാതാവ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഒരു സൃഷ്ടിയെ വഹിക്കൽ ഒരു മഹത്തായ കർമ്മമാണ്. അത് നിർവഹിക്കുന്നു മാതാവ് എന്നത് ഒരു വലിയ സ്ഥാനത്തിന് അർഹമായി തീരുകയാണ്. എന്ന് മാത്രമല്ല, ആ മാതാവ് ഗർഭം ചുമന്ന് 10 മാസക്കാലം നടന്ന് അങ്ങനെ പ്രസവ വേദനയോടുകൂടി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിക്കുകയാണ്. പിന്നെ ഇളം പ്രായത്തിൽ ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് മാതാവിനോടുള്ള കടപ്പാട് അത്രയും വലുതാണെന്ന് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത്, മാതാവിന്റെ കാൽപാദത്തിനടിയിലാണ് സ്വർഗമെന്ന. അതിനർത്ഥം മാതാവിനെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ തൃപ്തി നേടൽ അസാധ്യമാണ് എന്നാണ്. അല്ലെ, പിതാവിനെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ തൃപ്തി നേടൽ അസാധ്യമാണ് എന്നാണ്. ഇത് ബോധ്യമുള്ള പ്രവാചകന്റെ ഒരു അനുയായി ഒരിക്കൽ വൃദ്ധയായ തന്റെ മാതാവിനെ കൂട്ടി എവിടുന്നോ വരുന്ന സമയത്ത് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെയുള്ള യാത്രയാണ്. നടന്നു വരുന്ന സമയത്ത് ഇദ്ദേഹം മാതാവിനെ ചുമലിലേറ്റുകയാണ്. അങ്ങനെ കിലോമീറ്ററുകളോളം അദ്ദേഹം ഇങ്ങനെ നടന്ന് കാല് കഴച്ച് കാല് പൊട്ടി കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്തായാലും അങ്ങനെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് മാതാവിനെ മണിക്കൂറുകളോളം ആ ചുട്ടുപൊഴുന്ന മണലിലൂടെ നടന്ന് വീട്ടിലെത്തിക്കുകയാണ്. അതിനുശേഷം പ്രവാചകനോട് ചെന്ന് വിവരം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രവാചകരെ, എൻ്റെ മാതാവിനെ എൻ്റെ ചുമലിലേറ്റി ഞാൻ നടന്നെൻ്റെ കാലെല്ലാം പൊട്ടി രക്തമൊഴുകി, എൻ്റെ മാതാവിനോട് എൻ്റെ കടപ്പാട് തീർന്നോ? ഉടനെ തന്നെ പ്രവാചകന് മറുപടി, തീർന്നു. നിന്നെ പ്രസവിച്ചപ്പോൾ നിനക്ക് വേണ്ടി ഞരങ്ങിയ ഒരു ഞരക്കത്തിൻ്റെത് തീർന്നു എന്ന. ഒരു ഞരക്കത്തിൻ്റെത് തീർന്നു, ബാക്കിയൊക്കെയും കിടക്കുകയാണ്. ഇങ്ങനെ സൃഷ്ടികളോടുള്ള മനുഷ്യന്റെ ബന്ധം എത്ര ശക്തമാവേണ്ടതുണ്ട് എന്ന് ദൈവം പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് മനുഷ്യനെ പഠിപ്പിക്കുകയാണ്.
സമയത്തിന് രുചികരമായ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ മാതാവിനെ ചുട്ടുകൊന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരം വിജ്ഞാനം ഈ കാലഘട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു പിടിക്കണം. അതാണ് ഇത്തരത്തിലുള്ള പരിപാടികളുടെ യഥാർത്ഥത്തിലുള്ള മർമ്മം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ അർത്ഥത്തിലുള്ള ജീവിതത്തിൽ മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകളായിരുന്നു പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അവർ മതം പറയാൻ വന്നവരല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദൈവവിശ്വാസികൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ബാധ്യതാ നിർവഹണമാണ്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാതാവ് കഴിഞ്ഞാൽ പിന്നെ കടപ്പാട് പിതാവിനോടാണ്. പ്രവാചകന്റെ അടുത്ത് വന്ന ഒരാൾ പരാതി പറയുകയാണ്, പ്രവാചകരെ, എൻ്റെ പിതാവിന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ അറിയാതെ കാശെടുക്കുകയാണ്. ഉടനെ തന്നെ പ്രവാചകന്റെ മറുപടി, നീയും നിന്റെ സമ്പത്തും നിന്റെ പിതാവിൻ്റെതാണ്. എന്ന് മാത്രമല്ല, പിന്നെ ആ വൃദ്ധനായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു, താങ്കൾക്ക് താങ്കളുടെ മകൻ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊന്നും നിർവഹിച്ചു തരുന്നില്ലെങ്കിൽ ആ വിവരം അറിയിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കലല്ല പരിഹാരമെന്നാണ്. വേറെ ചില ഇടപെടലുകളിലൂടെ അവന്റെ ധർമ്മം നിർവഹിക്കുന്നില്ലെങ്കിൽ അവിടെ ഇടപെടലുകൾ ഉണ്ടാകും ദൈവത്തിന്റെ ഒരു പ്രവാചകന്റെ ഭാഗത്തുനിന്ന് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ മനുഷ്യൻ അവന്റെ കടപ്പാടുകൾ, സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കേണ്ടതുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ സത്യവിശ്വാസിയല്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നവൻ സത്യവിശ്വാസിയല്ല. അപ്പൊ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്ന് പറയലല്ല. ദൈവമുണ്ടെന്ന് പറയലല്ല ദൈവവിശ്വാസം. അർച്ചനകളും ആരാധനകളും പൂജകളും അല്ല ദൈവവിശ്വാസം. അതിനപ്പുറത്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ടെന്നത് ദൈവധിക്കാരമാണ്. അതുകൊണ്ട് ദൈവവിശ്വാസത്തിന്റെ ഭാഗമാണ് സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ പറ്റും, ദൈവത്തെയും അവന്റെ വ്യവസ്ഥയെയും ഒക്കെ തള്ളിപ്പറയുന്നത് ആര് എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ പറയുക നിരീശ്വരവാദികളെ കുറിച്ചാണ്. പക്ഷെ ഖുർആൻ അത് മനോഹരമായി മറ്റൊരു സ്വഭാവത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവം ചോദിക്കുകയാണ്, ദൈവത്തിന്റെ വ്യവസ്ഥയെയും ദൈവത്തെയൊക്കെ തള്ളിപ്പറയുന്നവരാരെന്ന് താങ്കൾ കണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു, അനാഥയെ ആട്ടിയകറ്റുന്നവനും അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് ദൈവത്തിന്റെ വ്യവസ്ഥയെ കളവാക്കുന്നത്. ഒരു നിരീശ്വരവാദിയെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ സൃഷ്ടികളോടുള്ള കടപ്പാട്, ഇപ്പൊ സൃഷ്ടാവിനോടും സൃഷ്ടികളോടും ബാധ്യതകളുണ്ട്. ആ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ അവൻ നിർവഹിച്ചു പോരുകയാണെങ്കിൽ, ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിച്ചു വരികയാണെങ്കിൽ, ഇങ്ങനെ ഓരോ തലങ്ങളിലും ധർമ്മം പുലരും. അത് വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മുഴുവൻ മേഖലകളിലേക്കും ഇങ്ങനെ നിയമങ്ങളുണ്ട് എന്നാണ്. കൃത്യമായ ഒരു സാമൂഹ്യ നിയമം അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് മനുഷ്യൻ എന്ന് പറയുന്നത് ചെറുപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണെന്ന്. ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് മനുഷ്യരെന്ന്. അറബി അനറബിയേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല. ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും ധർമ്മബോധമുള്ളവനാണ്. ഏറ്റവും ദൈവഭക്തനായ വ്യക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അപ്പൊ നിറത്തിനോ കുലത്തിനോ ജാതിക്കോ ഒന്നും യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. മൂല്യങ്ങൾക്കാണ് അവിടെ വില കൽപ്പിക്കപ്പെടുന്നത്. അതനുസരിച്ച് തന്നെയാണ് അതിന്റെ ആരാധനാ സംവിധാനങ്ങൾ പോലെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് പലപ്പോഴും അതിനെ നമുക്ക് കാണാൻ പറ്റുക. അല്ല, ആരാധനാ സംവിധാനങ്ങൾക്കൊക്കെ അതിൻ്റെതായ ആത്മീയമായ തലമുണ്ട്. അതോടൊപ്പം അതിന് ഭൗതികമായ തലങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും. അപ്പൊ തികച്ചും ആത്മീയമായ ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് ദൈവം 5 നേരം മനുഷ്യനെ നിർബന്ധമാക്കിയതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷെ അതിനൊരു സാമൂഹ്യ ലക്ഷ്യവും അതോടൊപ്പം ഒരു ആത്മീയ ലക്ഷ്യവുമുണ്ട്. അതിന്റെ ആത്മീയ ലക്ഷ്യം എന്ന് പറയുന്നത് 5 നേരത്തെ നമസ്കാരം എന്തിന് നിർബന്ധമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം യഥാർത്ഥത്തിൽ അദൃശ്യനും അതുപോലെ തന്നെ വസ്തുനിഷ്ഠമല്ലാത്തത് കൊണ്ട് മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ മറന്നുപോകും. നമ്മളൊരു കത്തെഴുതാനിരുന്നാൽ അതിലാണ് ശ്രദ്ധ, ദൈവത്തെ മറന്നുപോകും. ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ അതിലിങ്ങനെ ശ്രദ്ധിച്ച് ദൈവത്തെ മറന്നുപോകും. അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മളിങ്ങനെ കൂട്ടുകെട്ടിലൂടെയൊക്കെ വഴിതെറ്റിപ്പോയി എന്ന് പറയാറുണ്ട്. കാരണം അങ്ങനെ അങ്ങോട്ട് പോകും. വ്യവഹാരിക ലോകത്ത് പലപ്പോഴും ദൈവത്തെ മറന്നുപോകും. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് തന്നെ ദൈവത്തെ സ്മരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പക്ഷിമൃഗാദികൾ ഉണരുന്നതിന് മുമ്പ് മനുഷ്യൻ ഉണർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന്. അങ്ങനെ ജീവിതത്തിലേക്ക്, വ്യവഹാരിക ലോകത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് ഒരു ഉച്ച സമയമൊക്കെ ആകുന്ന സമയത്ത് വീണ്ടും ദൈവത്തിലേക്ക് വിളിക്കുകയാണ്. മധ്യാഹ്ന സമയത്ത് ദൈവത്തിലേക്കുള്ള വിളിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയി ഏതാണ്ട് ഒരു 4 മണി സമയമാകുമ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് വിളിക്കുന്നു, പ്രാർത്ഥനാ സമയമായി. അസ്തമയ സമയമാകുമ്പോൾ വീണ്ടും വിളിക്കുന്നു. ഒരു 8 മണിക്കുള്ളിലുള്ള സമയത്ത് വീണ്ടും ദൈവത്തിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്തൊക്കെ നമസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിക്കണം എന്നാണ്. ഇത് നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ മറന്നുകൊണ്ട് വഴിപിഴച്ചു പോകാൻ ഒരു സാധ്യതയുമില്ല. കാരണം നിരന്തരമായി ദൈവത്തിലേക്കുള്ള വിളി നടക്കുന്നു. അതിൽ ആത്മാർത്ഥമായി പ്രതികരിക്കുന്ന ഒരു മനുഷ്യന് വഴിതെറ്റി പോകാൻ കഴിയില്ല. കാരണം
കാരണം മനുഷ്യപ്രകൃതം അനുസരിച്ച് എപ്പോഴും അവനിങ്ങനെ വ്യതിചലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിരന്തരമായി വസ്തുനിഷ്ഠമല്ലാത്ത ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ രൂഢമൂലമാകണമെങ്കിൽ നിരന്തരം അത് സ്മരിച്ചുകൊണ്ടിരിക്കണം. അതിന് ഇത് വ്യവസ്ഥപ്പെടുത്തിയിരിക്കുക. അതെങ്ങനെ മനുഷ്യനിൽ പരിവർത്തനം ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് പ്രവാചകൻ അനുയായികളോട് ഒരിക്കൽ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞത്, നിങ്ങളുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ പോയിട്ട് 5 നേരം നിങ്ങൾ കുളിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാവോ എന്ന് പ്രവാചകൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല പ്രവാചകൻ, എങ്കിൽ പിന്നെ ഞങ്ങളുടെ ശരീരത്തിലൊന്നും അഴുക്ക് ബാക്കിയുണ്ടാവില്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇതുപോലെയാണ് 5 നേരം ആത്മാർത്ഥമായി നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ആത്മാവ്. അപ്പൊ ശരീരത്തെ വൃത്തിയാക്കാൻ വെള്ളം ഉപയോഗിക്കാം. ആത്മാവിനെ വൃത്തിയാക്കണമെങ്കിൽ ദൈവസ്മരണയാകുന്നു അതുള്ള മാർഗമെന്നാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഞാനിത് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ പള്ളിയിൽ പോകുന്ന നമസ്കരിക്കുന്ന പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന എത്രയോ മനുഷ്യർ പള്ളിയിൽ പോകുന്നു, പക്ഷെ പുറത്തിറങ്ങിയാൽ വൃത്തികേടുകൾ കാണിക്കുന്ന ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലൂടെ വരുന്നുണ്ടാവും. അതിന് കാരണം അധികം ചിന്തിക്കാതെ ബോധ്യപ്പെരും. കുളി തന്നെ ഉണ്ടല്ലോ 2 തരം. വെള്ളത്തിലൊന്ന് മുങ്ങിക്കയറുന്ന കുളി 100 പ്രാവശ്യം ഒരാൾ കുളിച്ചാലും വൃത്തിയാവില്ല. കുളിക്കേണ്ടത് പോലെ കുളിച്ചാലേ വൃത്തിയാവും. നമസ്കാരവുമുണ്ട്, പ്രാർത്ഥനയുമുണ്ട്, ദൈവാരാധനയുമുണ്ട് 2 തരം. ഒന്ന് ജനങ്ങളെ കാണിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം എന്ന നിലയ്ക്കാം. ഭക്തിയോടുകൂടിയുള്ള പ്രാർത്ഥന 5 നേരം നിർവഹിക്കുമ്പോഴാണ് ആത്മാവ് സംസ്കരിക്കപ്പെടുക. ആത്മാവ് സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയുക കർമ്മത്തിലൂടെയാണ്. നമസ്കാരം നിങ്ങളെ തിന്മയിൽ നിന്ന് തടയുമെന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്. കാരണം അതൊരു ലക്ഷ്യമല്ല, ഒരു മാർഗമാണ്. അപ്പോൾ നമസ്കാരം ഒരാളെ തിന്മയിൽ തടയുമെന്ന് പറഞ്ഞാൽ അവൻ ആത്മാവ് സംസ്കരിക്കപ്പെടും. ഒരു കുടത്തിലിരിക്കുന്നത് പാലാണെങ്കിൽ പുറത്തേക്ക് വരുന്നത് പാലായിരിക്കും. കുടത്തിലിരിക്കുന്നത് ചാരായമാണെങ്കിൽ പുറത്തേക്ക് തുളുമ്പി വരുന്നത് ചാരായമായിരിക്കും. ഒരാളുടെ ആത്മാവ് സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സൽക്രമമായി പുറത്തു വരും, അല്ലെങ്കിൽ അത് ദുഷ്കർമ്മമായിട്ട് പുറത്തു വരും. അപ്പോൾ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നിർവഹിക്കുകയും എന്നിട്ടും ദുഷ്കർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം അവന്റെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നില്ല, അവൻ പ്രാർത്ഥിക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല. അത് അന്ധവിശ്വാസമോ ജനങ്ങളെ കാണിക്കാനോ ഉള്ള ഒന്ന് മാത്രമാണ്. ആ അർത്ഥത്തിലുള്ള ഒന്നിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇങ്ങനെ എല്ലാത്തിനും ആത്മീയമായ ഒരു തലമുണ്ട്, അതൊക്കെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള. അതോടൊപ്പം അതിന് ഒരു സാമൂഹ്യ തലം. ഉദാഹരണം പറഞ്ഞാൽ ഇത് തന്നെ വിശകലനം ചെയ്താൽ, പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ തന്നെ വ്യവസ്ഥ വെച്ചു. 5 നേരത്തെ പ്രാർത്ഥന വ്യവസ്ഥ വെച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ഒരു പ്രദേശത്തുള്ള ആളുകൾ അതത് പ്രദേശത്ത് ആരാധനാലയത്തിൽ ഒരുമിച്ച് കൂടണമെന്നാണ്. എന്തിനൊരുമിച്ച് കൂടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ വ്യത്യസ്തമായ പാരമ്പര്യമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള കുറെ ജാതി ചിന്തകളും വർണ്ണ-വർഗ വിവേചന ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷെ ദൈവം ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും ഒന്നാണെന്ന സംഗതി പ്രഖ്യാപിച്ചാൽ പോരാ, അത് പ്രയോഗിക്കണം. അതുകൊണ്ട് ആരാധനാലയത്തിലേക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് വരണം. വന്ന് ആദ്യം നിൽക്കുന്നത് കറുത്തവനാണെങ്കിൽ, കറുത്തിരണ്ട കാക്കിയെ പോലുള്ള ഒരുത്തനാണെങ്കിലും അവൻ നിൽക്കേണ്ടത് ഏറ്റവും മുമ്പിൽ. അതിനുശേഷം വരുന്നവരൊക്കെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ നിൽക്കണമെന്ന. അതിനുശേഷമാണ് പ്രധാനമന്ത്രി വരുന്നതെങ്കിലും നിൽക്കേണ്ടത് മുമ്പിൽ നിൽക്കുന്ന കറുത്തവന്റെ തൊട്ട് പിന്നിലായിരിക്കണം. മാത്രമല്ല ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ തല പിന്നെ വരുന്നത് ഈ മുമ്പിൽ നിൽക്കുന്ന കാക്കിയെ പോലെ കറുത്തിരണ്ട കറുത്തവന്റെ കാലിന്റെ ചുവട്ടിലായിരിക്കും. അവന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ സന്നദ്ധനല്ലെന്ന് പറയുന്നുവെങ്കിൽ അങ്ങനെ പറയുന്നവന്റെ സ്ഥാനം പുറത്താണ്. അഥവാ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നവർക്കേ അംഗീകാരമുള്ളൂ. അതിനർത്ഥം തികച്ചും ആത്മീയമാണെങ്കിലും സാമൂഹ്യ വിപ്ലവം കൂടി അതിലൂടെ നടക്കുന്നു. ഇങ്ങനെ എല്ലാ തലത്തിലും ഇത് നമുക്ക് കാണുവാൻ പറ്റും. ഇതൊരു സാമൂഹ്യ തലമാണ് ഞാൻ സൂചിപ്പിച്ചത്. കൃത്യമായ ഒരു സാമ്പത്തിക വീക്ഷണം അതിനുണ്ട്. ആ സാമ്പത്തിക വീക്ഷണത്തെ ഈ കാലഘട്ടത്തിൽ വളരെ നന്നായി നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. അതിന് ഉദാഹരണത്തിലൂടെ സൂചിപ്പിച്ചാൽ നമുക്കറിയാം, ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെ? ദാരിദ്ര്യം, കഷ്ടപ്പാടുകളും പിന്നെ പട്ടിണി മരണങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മനുഷ്യരല്ലാത്ത എത്ര ജീവജാലങ്ങളുണ്ട് കാട്ടിലും കടലിലുമൊക്കെ, ഇല്ലേ? കാട്ടിലും കടലിലുമൊക്കെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവിടെ പക്ഷേ മനുഷ്യർക്കിടയിലുള്ള ഈ ദാരിദ്ര്യമില്ല. കാട്ടിലും കടലിലുമില്ലാത്ത ദാരിദ്ര്യം നാട്ടിലുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കേണ്ടതില്ലേ? പക്ഷിമൃഗാദികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷെ എന്നിട്ടും അവയ്ക്കിടയിൽ ദാരിദ്ര്യമില്ല. മനുഷ്യൻ പക്ഷെ വിതയ്ക്കുന്നു, കൊയ്യുന്നു, എന്നിട്ടും അവനിടയിൽ ദാരിദ്ര്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള കാരണം? കാരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മനുഷ്യനെ തീറ്റിപ്പോറ്റുന്നതിനുള്ള വിഭവങ്ങളുടെ കുറവ് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. നിലവിലുള്ള വിഭവങ്ങൾ മനുഷ്യൻ അവന്റെ സ്വാർത്ഥപ്രകൃതം അനുസരിച്ച് ഏതാനും ചില ആളുകൾ അത് വാരിക്കൂട്ടുന്നു എന്നതാ പ്രശ്നം. സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു എന്നതാ പ്രശ്നം. ഈ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കാനുള്ള നിയമങ്ങൾ ദൈവത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റു ചരാചരങ്ങൾക്ക് നിയമം പഠിപ്പിച്ചതുപോലെ മനുഷ്യനും നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു ചരാചരങ്ങൾ ആ നിയമമാണ് പാലിക്കുന്നത്. അതുകൊണ്ടാണ് കാട്ടിലും കടലിലും ഒന്നും ഈ പ്രശ്നമില്ലാത്തത്. ഉദാഹരണം പറഞ്ഞാല്, കടലിൽ മത്തി പെരുകുന്നത് പോലെ തിമിംഗലം പെരുകുന്നില്ല. കടലിൽ മത്തി പെരുകുന്നത് പോലെ തിമിംഗലം പെരുകിയാൽ എന്താ സംഭവിക്കാമെന്ന് ഊഹിച്ചു നോക്കുക. കടൽ നിറഞ്ഞു കവിയും, കടലിൽ ദാരിദ്ര്യം ഉണ്ടാവും. പക്ഷെ
പക്ഷെ തിമിംഗലത്തിന് അറിയില്ലല്ലോ ഈ വിവരം, മത്തിക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവുമില്ല. എങ്കിൽ ഈ കുടുംബാസൂത്രണം ആരാണ് നടത്തിയത്? ആരാണ് ഇവിടെ നിയമം നൽകിയത്? അവിടെ ഒരു നിയമമുണ്ട്, അതിനർത്ഥം അതിന്റെ പിന്നിൽ ഒരു നിയമജ്ഞനുണ്ട്. കാട്ടിൽ നമ്മൾ നോക്കുക, മാന് പെരുകും പോലെ ആന പെരുകുന്നില്ല. മുയൽ പെരുകും പോലെ കാട്ടിൽ ആന പെരുകിയാൽ കാടിലെ സന്തുലിതാവസ്ഥ തകരും, അവിടെ ദാരിദ്ര്യം ഉണ്ടാവും. പക്ഷെ ആനയ്ക്കോ മുയലിനോ മാനോ ഇതറിയില്ല. എങ്കിൽ ആരാണ് ഈ കുടുംബാസൂത്രണം നടത്തുന്നത്? ആരാണ് ഇവിടെ നിയമം നൽകുന്നത്? അതിനർത്ഥം ദൈവം സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവയ്ക്ക് നിയമവും നൽകിയിട്ടുണ്ട്. മറ്റു ചരാചരങ്ങളൊക്കെ ആ നിയമം പാലിക്കുന്നു എന്നതുകൊണ്ട് അവയ്ക്കിടയിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. വിവേകമുണ്ടെന്ന് പറയുന്ന മനുഷ്യർക്കിടയിൽ അവിവേകപൂർവ്വം കാര്യങ്ങൾ പോകുമ്പോൾ വിവേകമില്ലെന്ന് നമ്മൾ പറയുന്ന മറ്റ് ജീവജാലങ്ങൾക്കിടയിൽ വിവേകപൂർവ്വം കാര്യങ്ങൾ നടക്കുന്നു. അതിന് കാരണം അവ ദൈവത്തിന്റെ നിയമത്തനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നു എന്നതാണ്. എങ്കിൽ പിന്നെ ആ സൃഷ്ടികളൊക്കെ ദൈവത്തിന്റെ നിയമങ്ങളാണ് അനുസരിക്കുന്നതെങ്കിൽ മനുഷ്യരാകുന്ന നമ്മളും അനുസരിക്കേണ്ടത് ആ ദൈവത്തിന്റെ നിയമങ്ങളല്ലേ? ദൈവം പ്രവാചകന്മാരോട് അറിയിച്ചു, നിങ്ങളും അനുസരിക്കേണ്ടത് എന്റെ നിയമങ്ങൾ തന്നെയാണ്. ആ നിയമങ്ങളാണ് വേദങ്ങളിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരോട് പറഞ്ഞു തന്നത്. അതിന്റെ ഓരോ തലങ്ങളിലുമുള്ള നിയമങ്ങൾ പരിശോധിക്കുക. ദാരിദ്ര്യം എന്ന വിഷയം തന്നെ എടുത്തു നോക്കുക. യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിന്റെ കാരണം സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു എന്നതാണ്. അതിന് പറ്റുന്ന വിധത്തിലുള്ള നിയമങ്ങളാണ് ആ മേഖലയിൽ ഇപ്പോൾ നമ്മൾ പാലിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ പല പല കാരണങ്ങളിൽ ഒന്ന് പലിശ എന്ന സമ്പ്രദായമാണ്. ഈ സമ്പ്രദായം നിലനിൽക്കുന്നിടത്തോളം കാലം ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം സമ്പന്ന രാജ്യങ്ങളിലേക്ക് പലിശ ഇനത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ ഒരു വിഹിതം പണക്കാരന്റെ പണപ്പെട്ടിയിലേക്ക് പലിശ ഇനത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് നിരന്തരം തുടരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ഭാഗത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടും, മറുഭാഗത്ത് ദാരിദ്ര്യം ഉണ്ടാകും. അത് ഇതിന്റെ ഒരു അനന്തരഫലമാണ്. അതുകൊണ്ടാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ കെയ്ൻസ് ഒരിക്കൽ പറഞ്ഞത്, പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവരെ ദയാവധത്തിന് വിധേയമാക്കിയാലല്ലാതെ ദാരിദ്ര്യം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. പിഡ്കോക്ക് പറഞ്ഞത് എക്കണോമിക് എയ്ഡ്സ് എന്നാണ്. സാമ്പത്തിക മേഖലയിലെ എയ്ഡ്സ് വൈറസ് പോലെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പലിശ എന്ന് പറയുന്നത്. അത് സമ്പത്ത് കുമിഞ്ഞുകൂടാൻ കാരണമായി തീരുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് അത് നിലനിൽക്കുന്നിടത്തോളം കാലം, കുറച്ചു മുമ്പ് പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇടുക്കിയിലാണ്. ഏറ്റവും കൂടുതൽ ബ്ലേഡ് കമ്പനികളുള്ളതും അവിടെ തന്നെയാണ്. എന്നുവെച്ചാൽ ഒരുപാട് ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മഹാ തിന്മയാണ് യഥാർത്ഥത്തിൽ പലിശ. അതിനെ വൻ പാപങ്ങളിലാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നമുക്ക് കാണുവാൻ പറ്റും. പ്രവാചകൻ തന്നെ ഒരിക്കൽ പറഞ്ഞത്, പലിശയ്ക്ക് അനവധി ഇനങ്ങളുണ്ട്, 70 ഇനങ്ങളുണ്ട്. അതിലേറ്റവും ചെറിയ ഇനവുമായി ബന്ധപ്പെടുന്നത് സ്വന്തം മാതാവിനെ 40 വട്ടം വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. വ്യഭിചാരം നീചമാണ്. മാതാവിന് വ്യഭിചാരം ഏറ്റവും നീചമാണ്. പലിശയിൽ ഏറ്റവും ചെറുത് അതിനേക്കാൾ 40 ഇരട്ടിയോളം വലുതാണ്. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒന്നായിട്ട് അതിനെ പഠിപ്പിക്കുകയാണ്. വളരെ എന്ന് മാത്രമല്ല, അതിനെയാണ് സാധാരണ സക്കാത്ത് എന്ന് നമ്മൾ പറയുന്നത്. നമുക്കിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. സക്കാത്ത് എന്ന് പറയുന്നത് പണക്കാരൻ പാവപ്പെട്ടവരെ കൊടുക്കുന്ന ഔദാര്യമല്ല, പണക്കാരന്റെ പണത്തിൽ ദരിദ്രരുടെ അവകാശം അതങ്ങനെ അവൻ അവകാശപ്പെട്ടതാണ് കൊടുക്കണം. അതിന് നിർബന്ധമാക്കുകയാണ്. ഒരു ഭാഗത്തിൽ പരിസ്ഥിതി നിശ്ചിതമാക്കുന്നു, മറ്റൊരു ഭാഗത്തിൽ സക്കാത്തിന് നിർബന്ധമാക്കുന്നു. ഇത് രണ്ടു തമ്മിലുള്ള അന്തരം ചോദിച്ചാൽ പലിശ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനിൽ നിന്ന് പണക്കാരിലേക്ക് മാത്രം പോകുന്ന ഒന്നാണ്. സക്കാത്ത് എന്ന് പറയുന്നതോ നേരെ തിരിച്ച് പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക് മാത്രം വരുന്നതാണ്. അതിനെ നിർബന്ധമാക്കുകയും മറ്റതിനെ നിഷിദ്ധമാക്കുകയും ചെയ്യും. ആ ഒരു സംവിധാനത്തെ ഒരു സമൂഹം ഏറ്റെടുത്തപ്പോൾ അവിടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അല്ലെ, ഖലീഫ ഉമറിനെ പോലുള്ള, ഉമർ അബ്ദുൽ അസീസിനെ പോലുള്ളവരൊക്കെ കാലഘട്ടത്തിൽ സക്കാത്ത് വിതരണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോൾ ആ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വീണ്ടും ആ സക്കാത്ത് പൊതുഖജനാവിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ദാരിദ്ര്യം അവിടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവം നിയമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യന് വേണ്ട നിയമങ്ങൾ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മുഴുവൻ മേഖലകളിലും. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ മനുഷ്യരോട് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്, മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത് മതം പഠിപ്പിക്കാനല്ല അവർ വന്നത്. അവർ ഈ ഭൂമിയിൽ മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകൾ, ജീവിതം എങ്ങനെ ആവണമെന്ന് പഠിപ്പിക്കാൻ വന്നവരാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വേണ്ട നിയമങ്ങൾ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടു. അതെല്ലാം മനുഷ്യൻ പാലിച്ച് ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഹപര മോക്ഷം ഈ ലോകത്തും പരലോകത്തുമുള്ള, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലുമുള്ള രക്ഷയ്ക്കാണത്രേ അത് പഠിപ്പിച്ചത്.
ഈ ലോകത്തുള്ള രക്ഷ മാത്രമല്ല, മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന്. ആ ജീവിതത്തിലും അവന് രക്ഷപ്പെടണമെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്നാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾക്ക് അത് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളിങ്ങനെ വിശകലനം ചെയ്താൽ ബോധ്യപ്പെടുക, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വിശ്വാസമാണ് മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന വിശ്വാസം. പക്ഷെ അങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അങ്ങോട്ട് പറയല്ല ചെയ്തത്. ആദ്യം അതിന്റെ സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിക്കൂടാ? കാരണം നമ്മൾ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കുക ജീവിതം വെച്ചുകൊണ്ട് തന്നെ. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് ഈ അവതരണം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതം കൂടി ഉണ്ട് എന്ന തലം വെച്ചുകൊണ്ട് ജീവിതത്തെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് സങ്കല്പിക്കാൻ പറ്റും. അതിൽ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് മാതാവിന്റെ ഗർഭാശയത്തിലുള്ള 10 മാസക്കാലത്തെ ജീവിതമാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ വർത്തമാനകാല ജീവിതമാണ്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന ജീവിതമാണ്. ഇതിൽ ഒന്നാം ഘട്ടത്തെ നമുക്ക് ഓർമ്മയില്ല, ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഓർമ്മയുള്ളൂ. മൂന്നാം ഘട്ടത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ, അവ്യക്തതകളുണ്ട് ആ വിഷയത്തിലും. ഇതുണ്ടെന്ന് പറയുന്നു, പക്ഷെ അവ്യക്തതയുണ്ട് നമുക്ക്. പക്ഷെ ഒന്നാം ഘട്ടത്തെ തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു രണ്ടാം ഘട്ട ജീവിതത്തിനുള്ള എല്ലാ ന്യായങ്ങളും തെളിവുകളും ഒന്നാം ഘട്ടത്തിൽ തന്നെ കാണാൻ കഴിയും. ഒരു മൂന്നാം ഘട്ടത്തിലുള്ള എല്ലാ ന്യായങ്ങളും തെളിവുകളും ഈ രണ്ടാം ഘട്ടത്തിൽ നോക്കിയാലും കാണാൻ കഴിയും. മനുഷ്യന്റെ ഒരു പ്രകൃതമാണെന്ത്, കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താമെന്നതും ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താമെന്നും മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താം എന്ന തലത്തിൽ നിന്നാണ് സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിനെ കണ്ടെത്തിയത്. ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താം എന്ന തലത്തിൽ നിന്നുകൊണ്ട് മരണാനന്തര ജീവിതത്തെയും നമുക്ക് കണ്ടെത്താം. ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ഒന്നാം ഘട്ടത്തെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. ഒന്നാം ഘട്ടത്തിലുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു രണ്ടാം ഘട്ടത്തെയാണ്. ഉദാഹരണം പറഞ്ഞാൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുകൾ രൂപപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ് കണ്ണുകൾ ഉണ്ടാവുന്നത്? കാണാൻ വേണ്ടി. ഇത് ഗർഭാശയത്തിൽ കാണാൻ വേണ്ടിയല്ല, പുറത്തിറങ്ങി കാണാൻ വേണ്ടിയ കണ്ണുകൾ ഉണ്ടാവുന്നു. അപ്പൊ കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? ഗർഭാശയം എന്ന ലോകത്തിൽ നിന്ന് ഭൂമി എന്ന ലോകത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടത്തിൽ തന്നെ രണ്ടാം ഘട്ടത്തിലുള്ള തെളിവുണ്ട്, ന്യായമുണ്ട്. കാലുകൾ രൂപപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നടക്കാൻ വേണ്ടിയാണ്. ഗർഭാശയത്തിലൂടെ നടക്കാൻ കഴിയില്ല. അപ്പൊ കാലുകൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ ഗർഭാശയം എന്ന ലോകത്തിൽ നിന്ന് ഭൂമി എന്ന ലോകത്തിലേക്ക് വരണം. അഥവാ ഒന്നാം ഘട്ടത്തിൽ ഒരു രണ്ടാം ഘട്ടത്തിനുള്ള ന്യായമുണ്ട്, തെളിവുണ്ട്. കാതുകൾ കേൾക്കാൻ വേണ്ടി, മൂക്ക് ശ്വസിക്കാൻ വേണ്ടി, ഇങ്ങനെ ഓരോ അവയവങ്ങൾ നോക്കിയാലും ഏതാണ്ട് പൊക്കിൾക്കൊടി ഒഴിച്ച് മനുഷ്യ ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ ഗർഭാശയം എന്ന ലോകത്തിൽ നിന്ന് ഭൂമി എന്ന ലോകത്തിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് പറയാമെന്ന് സങ്കല്പിക്കുക. നമ്മളോട് പരലോകത്തെക്കുറിച്ച് പറയുന്നത് പോലെ കുട്ടിയോട് പറയുകയാണെന്ത്, മോനെ അല്ലെങ്കിൽ മോളെ, ഇതല്ല കേട്ടോ നിന്റെ ലോകം, നീ ഇന്നല്ലെങ്കിൽ നാളെ ഭൂമി എന്ന ലോകത്തിലേക്ക് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് കണ്ണുകൊണ്ട് കാണാം, അല്ലെ, കാതുകൊണ്ട് കേൾക്കാം, മൂക്കുകൊണ്ട് ശ്വസിക്കാം, കാലുകൊണ്ട് നടക്കാം. ഇവിടുത്തെ അവസ്ഥകളും വിശേഷങ്ങളും, അല്ലെ, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, പഴങ്ങള്, പച്ചക്കറികള്, നദികള്, പുഴകള്, ഇവിടെയുള്ള ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കാമെന്ന് സങ്കല്പിക്കാം. എത്ര പറഞ്ഞാലും ഇതൊന്നും ഈ കുഞ്ഞിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. പരിചയമില്ലാത്ത ലോകമാണ്. പക്ഷെ പ്രകൃതം തേടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു ലോകത്തെയാണ്. നിഷേധിച്ചാലും ശരി, ഒരു ദിവസം പുറന്തള്ളപ്പെടുകയാണ്. വെപ്രാളപ്പെട്ട് നോക്കുമ്പോൾ പുതിയ ലോകമോ, കണ്ണുകൊണ്ട് കാണാവുന്ന, കാതുകൊണ്ട് കേൾക്കാവുന്ന, മൂക്കുകൊണ്ട് ശ്വസിക്കാവുന്ന ഒരു പുതിയ ലോകത്തേക്ക് അവൻ എത്തിപ്പെടുന്നു. ഗർഭാശയത്തിൽ പൂർത്തിയാവാത്ത പലതും ഇവിടെ പൂർത്തിയായി. അങ്ങനെ ഈ ലോകത്ത് അവൻ ജീവിക്കുമ്പോൾ രണ്ട് സ്വഭാവത്തിലാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ചില ആളുകൾ സൽക്കർമ്മം ചെയ്ത് നല്ലവരായി, ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുമ്പോൾ വേറെ ചില ആളുകൾ ദുഷ്കർമ്മം ചെയ്ത് താന്തോന്നികളായി ജീവിക്കുന്നു. നമുക്കെല്ലാവർക്കും മനുഷ്യൻ നൽകിയിട്ടുള്ള നീതിബോധം, ധർമ്മബോധം എന്ന ഒന്ന് വെച്ചുകൊണ്ട് ധർമ്മബോധത്തിന്റെ ഒരു തേട്ടമുണ്ട്, നീതിബോധത്തിന് ഒരു തേട്ടമുണ്ട്. അതനുസരിച്ച് ഒരു സൽക്കർമ്മയ്ക്ക് അതിന്റെ ഫലം എന്ന നിലയ്ക്ക് ലഭിക്കേണ്ടത് ശിക്ഷയല്ല, രക്ഷയാണ്. ഒരു ദുഷ്കർമ്മയ്ക്ക് അതിന്റെ ഫലം എന്ന നിലയ്ക്ക് ലഭിക്കേണ്ടത് രക്ഷയല്ല, ശിക്ഷയാണ്. ഒരു നിരപരാധിക്ക് ലഭിക്കേണ്ടത് അനീതിയല്ല, നീതിയാണ്. ഏതൊരു മനുഷ്യനും സമ്മതിക്കുന്ന ഒരു പൊതു തത്വമാണ്. അതുകൊണ്ടാണ് ജയിലും വിചാരണയും കോടതി സംവിധാനങ്ങളും ഒക്കെ നമ്മൾ ഏർപ്പെടുത്തുന്നത്. എത്ര സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാലും ശരി, ഈ നീതിബോധത്തിന്റെ തേട്ടം പൂർത്തിയാക്കാൻ ഈ ലോകത്ത് നമുക്ക് കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രതിക്രിയ എന്ന നിലയ്ക്ക് എന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം. രണ്ടാളെ കൊന്നു കഴിഞ്ഞാലോ അപ്പോഴും ഒരു പ്രാവശ്യം കൊല്ലാൻ കഴിയുള്ളൂ. മൂന്നാളെ കൊന്നാലും അങ്ങനെ, 100 ആളുകളെ കൊന്നാലും അങ്ങനെ തന്നെയാണ്. ചരിത്രത്തിൽ ഹിറ്റ്ലറൊക്കെ ഏതാണ്ട് 6 ലക്ഷത്തോളം ജൂതന്മാരെ കൊല്ലാൻ കാരണക്കാരനായി തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ മനുഷ്യനെ കിട്ടിയിരുന്നെങ്കിൽ ശിക്ഷിക്കുമായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇനി ആ മനുഷ്യനെ അഥവാ പിടിച്ച് ശിക്ഷിച്ചാൽ തന്നെ ആ മനുഷ്യനാൽ വധിക്കപ്പെട്ട നിരപരാധികൾക്ക് നീതി കൊടുക്കുക? അതിനൊരു സംവിധാനം ഇവിടെ ഇല്ല. നീതിബോധത്തിന്റെ തേട്ടം ഇവിടെ പൂർത്തിയാവുകയില്ല. എന്നിരിക്കെ ജീവിതകഥ ഇവിടെ അപൂർണമാണ്. അതുകൊണ്ട് ഇതിനൊരു പൂർണ്ണത ഉണ്ടാവേണ്ടതില്ലേ? ഉണ്ടാവുന്നതല്ലേ ഏറ്റവും ചുരുങ്ങിയത് നല്ലത്? വേറെ ചില മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു, സൽക്കർമ്മം ചെയ്ത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നേടണമെന്നില്ല. ചിലപ്പോൾ ഈ കർമ്മങ്ങൾക്കിടയിൽ തന്നെ വധിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ മരണം ഭൂയിയേക്കാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നേടുന്നില്ല. അത്തരം ചില ആളുകൾക്കാണ് ചിലപ്പോൾ മഹത്തായ ചില കർമ്മങ്ങൾ ചെയ്തതിന്റെ അനന്തരഫലമായിട്ടാണ് ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ബഹുമതിയൊക്കെയാണ് കൊടുക്കും നമ്മൾ. പക്ഷേ മതിയോ? നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ, ബഗോവിച്ചൊരിക്കൽ ഈ വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നതിന്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, പരാജയപ്പെടുന്ന മഹത്കർമ്മങ്ങൾ പാഴ്വേലകളാണോ എന്ന് അദ്ദേഹം ചോദിച്ചത്. ചില മഹത്കർമ്മങ്ങൾ പരാജയപ്പെട്ടു പോകും. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട് കത്തിക്കൊണ്ടിരിക്കെ ആ വീട്ടിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് കണ്ട ഒരാൾ അതിലേക്ക് ഓടിക്കയറുന്നു. രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ വീട് കത്തി ഈ മനുഷ്യനും അതിനകത്ത് മരിച്ചു പോകുന്നു. ഭൗതികമായി നോക്കുമ്പോൾ അത് പരാജയപ്പെട്ടു പോയി. എങ്കിലും അതൊരു പാഴ്വേലയാണോ? അതൊരു പാഴ്വേലയാണോ? യഥാർത്ഥത്തിൽ അതൊരു മഹത്കർമ്മമാണ്. അതൊരു പാഴ്വേലയല്ല എന്നാണ് നമ്മളുടെ മനുഷ്യ മനസാക്ഷി പറയുന്നത്. പക്ഷെ ആ മഹത്കർമ്മത്തിനൊരു മരണാനന്തര ബഹുമതി നമ്മൾ കൊടുത്താൽ മതിയോ? അതിനർഹമായ ഒരു പ്രതിഫലം ലഭിക്കേണ്ടതില്ലേ? അതിവിടെ മരണാനന്തര ബഹുമതി കൊടുത്താൽ ആ വ്യക്തിക്ക് അത് കിട്ടുമോ? ഏറ്റവും ചുരുങ്ങിയത് ആ വ്യക്തിക്ക് കിട്ടുന്നതാണല്ലോ നല്ലത്. എങ്കിൽ ഈ അപൂർണത നികത്താൻ ഒരു സംവിധാനം ദൈവം ഉണ്ടാക്കാതിരിക്കാൻ എന്താ ന്യായം? മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നൊരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ മാതാപിതാക്കൾ അറിയാതെ ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അമ്മിഞ്ഞപ്പാല് വരെ സൃഷ്ടിക്കാൻ ശ്രദ്ധിച്ച ദൈവം ഈ വിഷയത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കിയിടാനാണോ ന്യായം? അതോ ഇത് പരിഹരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാനാണോ ന്യായം? പ്രവാചകന്മാരിലൂടെ ദൈവം മനുഷ്യനെ അറിയിച്ചത് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് സൽക്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും അതിന്റെ ഫലമനുഭവിക്കുന്ന ഒരു ലോകമത, ശാശ്വതമായ ഒരു ലോകമത വരാനിരിക്കുന്നു. അവിടെ ഈ ലോകത്ത് സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് ശാശ്വതമായ സ്വർഗവും, അല്ല ഈ ലോകത്ത് ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അവർ ചെയ്ത കർമ്മത്തിനനുസരിച്ചുള്ള നരകവും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെ സ്വർഗ നരകങ്ങളെക്കുറിച്ച് പ്രവാചകന്മാർ മനുഷ്യരെ താക്കീത് ചെയ്തിട്ടുണ്ട്. ആ ബോധ്യം മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ഖലീഫ ഉമറിന്റെ കാലത്ത് ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ്. കാരണം ഭരണാധികാരി എന്ന നിലയ്ക്ക് നാളെ പരലോകത്ത് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ജനങ്ങളുടെ ക്ഷേമം അറിയാൻ വേണ്ടി ഇറങ്ങി നടക്കാറുണ്ട് എന്നാണ്. അത് എത്രത്തോളം അദ്ദേഹത്തിൽ ശക്തമായിരുന്നു ആ ബോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞത്, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്നു മരിച്ചാൽ അതിന്റെ പേരിൽ ഞാൻ നാളെ അള്ളാഹുവിനോട് ദൈവത്തോട് മറുപടി പറയേണ്ടി വരും എന്ന ചിന്തയുള്ള അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നമറിയാൻ ഇടയ്ക്കിടയ്ക്ക് വേഷം മാറി ഇറങ്ങി നടക്കും. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം ഒരു വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു സംഭാഷണം കേൾക്കുന്നു. മാതാവ് കുട്ടിയോട് പറയുന്നു പാലിൽ വെള്ളം ചേർക്കാൻ. കുട്ടി പ്രതികരിക്കുകയാണ്, ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല, ഫറൂഖ് ഉമർ അത് നിരോധിച്ചിട്ടുണ്ട്. ഉമ്മയുടെ മറുപടി, ഫറൂഖ് ഉമർ നിരോധിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് അത് കാണുന്നത്? അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ആ സമയത്ത് കുട്ടിയുടെ പ്രതികരണം, ഫറൂഖ് ഉമർ ഇത് കാണില്ലെങ്കിലും ഉമ്മ, നമ്മളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹു ഇത് കാണുകയില്ലേ? നമ്മളെയൊക്കെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ ഇത് കാണുകയില്ലേ? രോഗിയുടെ വൃക്ക മോഷ്ടിച്ചെടുക്കുന്ന ഡോക്ടർക്ക് ഉണ്ടാവേണ്ടത് ഈ അറബി പെൺകുട്ടിയുടെ ലളിതമായ തിരിച്ചറിവാണ്. വിദ്യാർത്ഥിനികളെ കയറിപ്പിടിക്കുന്ന അധ്യാപകനെ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ അറബി പെൺകുട്ടിയുടെ ലളിതമായ ഈ തിരിച്ചറിവാണ്. ഈ ചെറിയ തിരിച്ചറിവ് മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ ധർമ്മങ്ങൾ സ്ഥാപിച്ചെടുത്തത്. വ്യക്തി ജീവിതത്തിൽ മുതൽ ഭരണകൂടങ്ങളിൽ വരെ അവിടേക്കൊക്കെയും ഈ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമം പഠിപ്പിച്ചു എന്നതാണ് പ്രവാചകന്മാരുടെ അധ്യാപനത്തിന്റെ യഥാർത്ഥ തലം. അവർ മതം പറയാൻ വന്നവരായിരുന്നില്ല. ഈ അർത്ഥത്തിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളെ യഥാർത്ഥത്തിൽ തന്നെ കാര്യഗൗരവത്തിൽ സമീപിക്കുകയും അതിന്റെ വ്യത്യസ്ത തലങ്ങൾ വായിച്ചെടുക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ. എൻ്റെ ഏകപക്ഷീയമായ ഈ അവതരണം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ യോജിക്കാവുന്ന വിയോജിക്കാവുന്ന കുറെ തലങ്ങളുണ്ടാവും. കൊള്ളാവുന്നത് കൊള്ളുകയും തള്ളാവുന്നത് തള്ളുകയും ചെയ്യേണ്ട നിലപാട് സ്വീകരിക്കാം.
അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുകൂലമോ പ്രതികൂലമോ ഏത് അർത്ഥത്തിലുള്ളതാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള സന്ദർഭമാണ് ഇനിയുള്ളത്. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ അവതരണം തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.